പരിശുദ്ധ ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള അള്ളാഹുവിന്റെ മതമാണ് വിശുദ്ധമായ ഇസ്ലാം. ദീനുൽ ഇസ്ലാം അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയാണ്. ആ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള മുസ്ലിങ്ങളായ നമുക്ക് ഇസ്ലാമിനെ യഥാവിധി ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ പൂർവികരായ മഹത്തുക്കൾ വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിച്ച് പുൽകിയപ്പോൾ അവർ കാണിച്ചു തന്ന ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മളും സ്വീകരിക്കണം. നാമമാത്ര മുസ്ലിങ്ങളായാൽ മാത്രം നമുക്കത് ലഭിക്കൂല. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞത്, സയഅതി സമാനുൻ അലാ ഉമ്മത്തി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബുൻ മിനൽ ഹുദാ. എന്റെ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാമിൽ നിന്ന് ശേഷിക്കുന്നത് മുസ്ലിമിന്റെ പേര് മാത്രമാണ്. പേര് മാത്രമായാൽ പോരാ, ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ തനതായ സൗന്ദര്യവും അവരുടെ നേളിക്കണം. മുൻകാലത്ത് നിങ്ങൾ നോക്കൂ, നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇത്രയേറെ വാളുകളൊന്നും വികസിച്ചിട്ടില്ലാത്ത കാലത്ത് വിശുദ്ധ ഇസ്ലാം പടർന്നു പന്തലിച്ചത് എങ്ങനെയാണ്? പ്രസിദ്ധീകരണങ്ങൾ നന്നേ കുറവായ കാലത്ത്, ആധുനിക സൗകര്യങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാത്ത കാലത്ത് വിശുദ്ധ ഇസ്ലാമിനെ എങ്ങനെയാണ് ജനങ്ങൾ നോക്കിക്കണ്ടത്? ആ ഇസ്ലാം സ്വീകരിച്ച മുസ്ലിങ്ങളായ ആളുകളുടെ ഇസ്ലാമിന്റെ തനിമയാർന്ന സൗന്ദര്യത്തിൽ നിന്നാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയലിക്കണം. നമ്മുടെ വസ്ത്രത്തിന്റെയും നമ്മുടെ ശരീരത്തിന്റെയും സൗന്ദര്യത്തിനേക്കാൾ അപ്പുറം വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മിൽ നിന്ന് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ വേണ്ടിയല്ല നാം ചെയ്യുന്നത്, നമ്മളത് സ്വീകരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ പറയാതെ തന്നെ അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി നല്ല മാർഗം അതാണെന്ന് അവർ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ മനസ്സിലുണ്ടായിരുന്ന മ്ലേച്ഛമായ മോശമായ മാർഗങ്ങൾ മുഴുവനും കഴിഞ്ഞ് യഥാർത്ഥ വഴിയിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവർ കടന്നു വരികയും ചെയ്യും. അതിനുതകുന്ന രീതിയിലുള്ള സൗന്ദര്യം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആ നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിന്റെ പേരല്ലാതെ ശേഷിക്കൂല. മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യം മുസ്ലിങ്ങളിലൂടെ അടിച്ചു വീശണം. ഒരു മുസ്ലിമിനോട് നമ്മൾ ഇടപഴകിയാൽ ഇസ്ലാമിന്റെ സൗന്ദര്യം ആ മുസ്ലിമിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയണം. തിരിച്ചു ചോദ്യം ഉന്നയിക്കരുത്, ഇങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് വിഷമത്തോടെ ചോദിക്കുന്ന രൂപമാകരുത്. അതിനെതിരായി ഇസ്ലാമിന്റെ തനതായ ശൈലി മുസ്ലിമിന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വഭാവവും ഇസ്ലാം പഠിപ്പിക്കുന്ന സുന്ദരമായ ശൈലിയും മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും ഉൾക്കൊള്ളാനും ജനങ്ങൾ തയ്യാറാകും. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിന്റെ പേജല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ അകക്കടമ്പുകൾ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ വരണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ സ്വഭാവങ്ങൾ നിയലിക്കണം. അപ്പോഴാണ് നമുക്ക് പരിശുദ്ധി ലഭിക്കുന്നത്. പരിശുദ്ധിയുടെ അടയാളം ജീവിക്കാനുള്ള വകുപ്പുകൾ നമ്മിൽ വന്നു ചേരുക എന്നതല്ല, ഇഷ്ടം പോലെ സൗകര്യങ്ങൾ അല്ലാഹു നൽകുന്നു എന്നതുമല്ല, ജീവിക്കാൻ
പീഡിപ്പിക്കാൻ ആരോടും കൈനീട്ടേണ്ട അവസ്ഥയില്ലാത്ത രീതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തി എന്നതൊന്നുമല്ല. പിന്നെയോ ഒരു മുസ്ലിമിന്റെ സ്നേഹമസൃണമായ പെരുമാറ്റമാണ് ഏറ്റവും വലുത്. അതാണ് സഹോദരങ്ങളെ നമ്മിൽ നിന്ന് നിലയ്ക്കേണ്ടത്. നമ്മൾ ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോ, ഒരാളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോ, ഒരാളോട് പെരുമാറുമ്പോ നമ്മിൽ നിന്ന് അയാൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ സ്വഭാവമാണ്. പലപ്പോഴും അതിനെതിരായ രീതിയിലുള്ള സ്വഭാവങ്ങൾ നമ്മൾ കണ്ടുവരുന്നു. അത് വളരെ ദയനീയമായ കാഴ്ചകളാണ്, ദുഃഖകരമായ കാഴ്ചകളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾക്കൊണ്ടത്, സ്വീകരിച്ചത് വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ കാഴ്ചപ്പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, സമീപനത്തിലൂടെ അവര് മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാവരും വന്ന് തങ്ങളോട് കയർത്ത് പെരുമാറുമ്പോ, ചൂടായി പെരുമാറുമ്പോ, ദേഷ്യം പിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ പലതും പറയുമ്പോൾ തങ്ങൾ രോഷം കൊള്ളാതെ സഹനത്തിന്റെ മാർഗമാണ് തങ്ങൾ സ്വീകരിക്കുന്നത്. ഒരുപക്ഷേ മുന്നിൽ വന്നിരിക്കുന്ന മനുഷ്യൻ ബഹുമാനം തീരെ പാലിക്കാതെ സംസാരിച്ചതുകൊണ്ട് സ്വഹാബിമാർക്ക് വരെ ദേഷ്യം വന്നവർ എഴുന്നേറ്റ് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ എഴുന്നേറ്റ് നിൽക്കുന്ന സ്വഹാബിമാരെ തങ്ങൾ ഇങ്ങനെ കൈ കാണിച്ചിരുത്തിയിട്ടുണ്ട്. ഈ സംസാരിക്കുന്ന മനുഷ്യന്റെ സംസാരം മുഴുവനും അവസാനിച്ച ശേഷം അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടെ, സഹനത്തോടെ, എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കാതെ, ഭാഷകൾക്ക് കട്ടിയും കനവും കൂട്ടാതെ, നിർമ്മലമായ ഭാഷയിൽ മനസ്സിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ നല്ല സ്നേഹത്തോടെ തങ്ങൾ സംസാരിക്കുമ്പോൾ കട്ടിയുള്ള ആ സ്വഭാവം ഒരൊറ്റ മിനിറ്റ് കൊണ്ട് കട്ടി കുറഞ്ഞു പോകുന്നു. ദേഷ്യത്തോടെയുള്ള സമീപനം മാറിയിട്ട് നല്ല സമീപനം ആ മനുഷ്യനിൽ നിന്ന് പ്രതിധ്വനിക്കുന്നു. കാരണം എന്താണ്? ഇവിടെ അങ്ങോട്ട് പെരുമാറുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ മനസ്സ് വൃത്തിയാക്കുകയാണ്. അയാളുടെ സ്വഭാവവും അയാളുടെ ഉള്ളും പുറവും ഒക്കെ നന്നാക്കുകയാണ്. ദേഷ്യം പിടിപ്പിക്കാൻ വന്നാളെ തണുപ്പിക്കുകയാണ്. ചീത്ത പറയാൻ വേണ്ടി ചീത്തയുടെ വാക്കുകൾ ഉപയോഗിച്ച ആളുകളെ തിരുത്തുകയാണ്. അജ്ഞത മാത്രം മുറ്റിയ കാര്യങ്ങൾ പറയുന്ന ആളുകൾക്ക് വിവരം കൊടുക്കുകയാണ്. അങ്ങനെ ആളുകളെ നന്നാക്കുന്നു. സമീപനത്തിൽ അങ്ങനെയാണ് സ്വീകരിക്കേണ്ട ശൈലി. അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ വിജയിക്കേണ്ടത്. നമ്മിലൂടെ വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം മറ്റുള്ള ആളുകളിലേക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവനും സഹിക്കാനാകണം. യാത്രക്കാരായി വരുന്ന നമ്മൾ യാത്രയിൽ ക്ലേശങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്തുള്ള അയാൾക്ക് വാസന സഹിക്കാത്തത് കൊണ്ട്, ദുർഗന്ധ വാസന അയാളെ മൂക്കിലേക്ക് അടിച്ചു വീശിയപ്പോ ഒരമണിക്കൂർ മുമ്പ് അയാൾ കഴിച്ചു വന്ന ഭക്ഷണം മുഴുവനും നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മുടെ മടിയിലേക്ക് അങ്ങ് ഛർദ്ദിച്ചു എന്ന് കരുതുക. നമ്മളെ സമീപനം എങ്ങനെ ഉണ്ടാവും? നമ്മളെ ഹീറ്റ് എത്രത്തോളം ഉണ്ടാവും? അപ്പൊ നമ്മളെ ആദർശങ്ങളൊക്കെ കാണിക്കാൻ പറ്റിയ നേരാണ് അല്ലേ? നമ്മൾ അയാളോട് എത്ര കയർക്കും, എത്ര ചൂടാകും. സത്യത്തിൽ ആ നമ്മുടെ തുണിയിലേക്ക്, ഡ്രസ്സിലേക്ക് വന്ന് വീണത് കഴുകിയാൽ വൃത്തിയാകും. കഴുകാനുള്ള വെള്ളം എവിടെയൊന്നും ലഭിക്കും. 10 രൂപക്ക് 15 രൂപക്ക് ഒരു ബോട്ടിൽ വെള്ളം ലഭിക്കും. അതിന്റെ കുറഞ്ഞ വെള്ളമെടുത്ത് ഒന്നൊഴിച്ച് അത് താഴോട്ട് ഒഴുകിപ്പോയി പിന്നെയും ഒന്നൊഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്താൽ അത് മുഴുവനായും ശുദ്ധിയായി. പക്ഷെ നമ്മൾ ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ ആ കറ എവിടുന്ന് മാറ്റാൻ പറ്റും. അയാളൊന്നും മിണ്ടിയില്ല.
നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അയാളൊരു മുസ്ലിം ഒന്നുമല്ല. പക്ഷെ അയാൾ ആകെ പേടിച്ചു പോയി. പടച്ചോനെ, സംഗതി നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ സംഭവിച്ചു പോയതാണല്ലോ. ബോധപൂർവം അങ്ങനെ ഒരാൾ ഛർദിക്കോ? അങ്ങനെ ഒരാൾ ചെയ്യുകയില്ലല്ലോ. സാരമില്ലെന്ന ഭാഷക്കപ്പുറം നമ്മിൽ പലരുടെയും നാവിൽ നിന്ന് ചിലപ്പോൾ വന്നു പോകും. ഇങ്ങനൊക്കെ ഛർദി വരികയാണെങ്കിൽ ഒറ്റക്കൊരു വാഹനം വിളിച്ചു പോയാൽ പോരെ, എന്നാ പിന്നെ ആ വാഹനത്തിൽ ഇഷ്ടം പോലെ ഛർദിക്കാലോ. തിരിച്ച് അയാൾക്കും അതേ ഒരു ഭാഷ നമ്മളോട് പറയാ. ഇങ്ങനെ വല്ല ഛർദിയും പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു വാഹനം സ്വകാര്യമായിട്ട് നിങ്ങൾക്കും വിളിച്ചു പോകാം എന്ന് പറയാം. പക്ഷെ അയാൾ ഛർദിച്ച ആളായതുകൊണ്ട് അയാളൊന്നും മിണ്ടുന്നില്ല. ആ ഛർദിച്ചത് അതൊരു നജസാണ്. ഗൗരവതരമായ നജസൊന്നുമല്ല. കഴുകിക്കളഞ്ഞാൽ വൃത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നജസാണ്. പക്ഷെ നമ്മളുടെ ഭാഷ അത് കഴുകാൻ ഒരുപാട് പണിയാണ്. നമ്മൾ അയാളെ വിളിച്ച പ്രയോഗങ്ങൾ അത് തിരുത്തണമെങ്കിൽ കുറച്ചൊന്നും സഹിച്ചാൽ മതിയാകൂല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ ഛർദിച്ച സഹോദരൻ അയാൾക്ക് ഒരു കുറ്റബോധം തോന്നിയിട്ട്, സത്യത്തിൽ അയാൾ കുറ്റക്കാരനൊന്നുമല്ല, കുറ്റബോധം തോന്നിയിട്ട് ഒരു പാത്രം നിറയെ വെള്ളവുമായി വന്ന് ആ ഛർദിച്ചത് മുഴുവനും നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കി വീണ്ടും ഒരു പാത്രം വെള്ളം കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി മാപ്പാക്കണം, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതായി പോയി, നിങ്ങൾ എന്നെ ശപിക്കരുത്, വിഷമൊന്നും കരുതരുത്, ഞാൻ കരുതി കൂട്ടി ചെയ്ത ആളല്ലല്ലോ എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ഉറഞ്ഞു തുള്ളുന്ന പ്രകൃതമുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ, മുസ്ലിമിന്റെ ചെയ്തിയിൽപ്പെട്ടതല്ല, ഇസ്ലാമിന്റെ സംസ്കാരമല്ല, ഇസ്ലാമിന്റെ സൗന്ദര്യമല്ല. ഞാൻ പറയുന്നത് ഒരു തെറ്റും കുറ്റവും ഒരാൾക്കും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ സൗന്ദര്യമുള്ള നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കരുതി കൂട്ടി വന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുന്നത് മൗനം കൊണ്ടാണ്. പറയാനുള്ളതൊക്കെ ആള് പറയുന്നത് വരെ തങ്ങൾ മൗനമായിരിക്കുകയാണ്. അയാൾ ഇങ്ങനെ പറയുന്ന ഓരോ ഭാഷ ഇങ്ങനെ കേട്ടപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനത്തിന്റെ കുറവായി സംസാരിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത സ്വഹാബിമാരിൽ പലരും എഴുന്നേറ്റു. ആദ്യം എഴുന്നേറ്റ് പ്രതികരിച്ച മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സംസാരിക്കുന്ന പാവപ്പെട്ട അപരിഷ്കൃതനായ മനുഷ്യനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എടുത്തു മാറ്റാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ നിങ്ങൾ ഇരിക്കണം, ഖാദൽ ഹലീമു അൻ യകൂന നബിയ്യാ. സഹനശീലമുള്ള മനുഷ്യൻ നബിമാരുടെ സ്ഥാനത്തോട് അടുപ്പമുള്ള ആളാണ്. എന്നെയല്ലേ അയാൾ പറയുന്നത്, നിങ്ങൾ വിഷമിക്കാതെ അവിടെ ഇരിക്കണം. ഇരിക്കാൻ വേണ്ടി നിർദ്ദേശം വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുന്നു. ഈ മനുഷ്യന്റെ ഭാഷയിലുള്ള സംസാരങ്ങൾ മുഴുവനും കഴിഞ്ഞപ്പോൾ വിവരക്കേട് കൊണ്ടാണ് ഈ മനുഷ്യൻ ഇത് മുഴുവനും പറയുന്നത്. ആരോ പറഞ്ഞു കൊടുത്ത വിവരക്കേടാണ്. ആ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഞാൻ ബഹുമാനിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന എന്റെ സഹവാസികളായ ശിഷ്യന്മാർക്കിടയിൽ വെച്ച് നിങ്ങൾ അപമര്യാദയായി എന്നോട് സംസാരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? ഞാൻ നിങ്ങളെ വല്ലതും ചെയ്തോ? നിങ്ങളെ കുടുംബത്തെയോ ഗോത്രത്തെയോ വല്ലതും ഞാൻ പറഞ്ഞോ? നിങ്ങളെ ഏതെങ്കിലും വിഷയത്തിൽ ഞാൻ ഇടപെട്ട് എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിച്ചുവോ? തങ്ങളുടെ ഈ നല്ല മനസ്സിലേക്ക് തറക്കുന്ന നല്ല നല്ല ഭാഷകൾ വന്നപ്പോൾ അപ്പോൾ ആ മനുഷ്യന്റെ മനസ്സ് മന്ത്രിച്ചത് ഇതെന്നെ നല്ല വാക്കുകളെ കൊണ്ട് സ്വാധീനിക്കുകയാണ്. ആ മനുഷ്യൻ ചോദിക്കുന്നു, ഇവിടെയുള്ള എല്ലാ ആളുകളെയും വാചാലത കൊണ്ട് കീഴ്പ്പെടുത്തിയതുപോലെ എന്നെയും കീഴ്പ്പെടുത്തുകയാണോ?
വാഗ്വിലാസം കൊണ്ട് വാചാലത കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും കീഴ്പ്പെടുത്തിയിട്ടില്ല. സത്യം മനസ്സിലാക്കി അനുഭവിച്ച് വിശ്വസിച്ച് വന്നവരാണായിരിക്കുന്നവർ മുഴുവനും ഒരാളെയും നിർബന്ധിപ്പിച്ചോ അല്ലെങ്കിൽ അനുസരിക്കണമെന്ന് ശഠിച്ചുകൊണ്ടോ കൊണ്ടുവന്നവർ ആരും ആ കൂട്ടത്തിലില്ല. യഥാർത്ഥ രീതിയിൽ സത്യം ഉൾക്കൊണ്ടുകൊണ്ടുവന്ന ആളുകൾ മാത്രമാണ് അവിടെയുള്ളത്. പക്ഷേ ഈ മനുഷ്യന് തോന്നിപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2-3 പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നപ്പോ ഇതുപോലെ ഈ ആളുകളെയും സ്വാധീനിച്ച് നിർത്തിയതാണ് എന്ന് തങ്ങൾ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആരാധിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയുന്നു, അസഭ്യം പറയുന്നു എന്ന് ഞാൻ കേട്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നിനെയും ഞാൻ അസഭ്യം പറഞ്ഞിട്ടില്ല, ഒന്നിനെയും ഞാൻ പരിഹസിച്ചിട്ടില്ല, ശപിച്ചിട്ടില്ല. അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചതാണ്. അപ്പോൾ ആ മനുഷ്യൻ മുന്നിലേക്ക് വന്ന് താൻ തന്റെ കയ്യിൽ കരുതിയ ഒരു ഉടുമ്പിനെ വേട്ടയാടി ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. ഉടുമ്പിനെ മുന്നിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പറയുന്നു, ഈ ഉടുമ്പ് നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾ അനുസരിക്കുന്ന കാര്യങ്ങളും ഈ ഉടുമ്പ് അനുസരിക്കുന്നത് വരെ, അംഗീകരിക്കുന്നത് വരെ ഞാൻ നിങ്ങളെ വിശ്വസിക്കൂല. അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എളുപ്പമായി. ഉടുമ്പിനോട് തങ്ങൾ ചോദിച്ചു, ഉടുമ്പേ മൻ തഅബുദു, നീ ആരെയാണ് ആരാധിക്കുന്നത്? ഉടുമ്പ് പറഞ്ഞു, അല്ലദീ ഫിസ്സമാഇ അർശുഹു വഫിൽ അർളി സുൽത്താനുഹു, ആകാശത്തിൽ അർശിനെ സൃഷ്ടിച്ചു വച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. പ്രപഞ്ചം മുഴുവനും അവന്റെ അധീനതയിലാണ്, അധികാരത്തിലാണ്, അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അടുത്ത ചോദ്യം, ഉടുമ്പേ ഫമൻ അനാ, ഞാൻ ആരാണ് ഉടുമ്പേ? ഉടുമ്പ് പറയുന്നു, അൻത അബ്ദുല്ലാഹി വറസൂലുഹു ജഅലകല്ലാഹു ഖാതിമൻ ലിന്നബിയ്യിൻ, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലുമാണ്. അമ്പിയാക്കൾക്ക് അവസാനം കുറിച്ചവരായി അല്ലാഹു തആല തങ്ങളെ കൊണ്ടുവന്നു. ഇതാ ഉടുമ്പ് ഇങ്ങനെ പറയുന്ന സമയത്ത് വളരെയധികം ദേഷ്യത്തോടെയും പരിഹാസ്യത്തോടെയും സഭ്യേതര വാക്കുകൾ മാത്രം കുത്തി നിറച്ചും വന്ന ആ അപരിഷ്കൃതനായ മനുഷ്യൻ ഒന്ന് നടുങ്ങി, ഒന്ന് നിവർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വിനയത്തോടെ ആ മനുഷ്യൻ പറയുന്നു, ലാ അത്തബിഉ അസറം ബഅദഈൻ, നേർക്കാഴ്ചയ്ക്ക് ശേഷം മറ്റുള്ളവർ പറയുന്നത് അവലംബിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ഉടുമ്പിന്റെ സത്യസാക്ഷ്യം, ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു ഉടുമ്പ് പറയുന്ന വചനങ്ങൾ മുഴുവനും. അതുകൊണ്ട് ഇനി മറ്റൊരു വിഷയം തേടിപ്പോകേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലായി വിശ്വസിക്കുന്നു. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുറക്കെ പ്രഖ്യാപിച്ചു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടത്തിൽ ആ മനുഷ്യൻ ഇരിക്കുമ്പോൾ തങ്ങളോട് പറയുന്നു, നിങ്ങൾ ഓതുന്ന ഖുർആൻ എനിക്ക് വല്ലതും പഠിപ്പിച്ചു തരണം. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു. അത് ചെറിയ ഒരു അധ്യായമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ബഹുമാനങ്ങൾ, ആ ബഹുമാനത്തിന്റെ ഓരോ വരികളും കേട്ട സമയത്ത് ഈ മനുഷ്യൻ വല്ലാത്ത സന്തോഷത്തോടെ പറയുന്നു, നിഅമർ റബ്ബു, റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലവനാണ്. യുഅ്തിൽ ജസീൽ വയഖ്ബലുൽ യസീർ. ചെറിയ ഒരു സൂറത്ത് ഓതിയത് സ്വീകരിച്ചിട്ട് ധാരാളം പ്രതിഫലം തരുന്ന റബ്ബാണല്ലോ. ഈ ഒരു ചുരുങ്ങിയ ആയത്തുകളുള്ള 4 ആയത്തുകളുള്ള ഒരു സൂറത്ത് ഓതിയിട്ട് ഇത്രമാത്രം വലിയ പ്രതിഫലം തരുന്ന റബ്ബോ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നാഥനാണ്.
പിന്നെ ആ സദസ്സിൽ ഇരിക്കുമ്പോ ആ പാവപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് നോക്കിയപ്പോ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളാണ് മുഴുവനുള്ളത്. തങ്ങൾക്കത് കണ്ടപ്പോ വല്ലാത്ത ഒരു വിഷമം. ചെരുപ്പ് അദ്ദേഹം ധരിച്ചിട്ടില്ല, വാഹനമില്ല അദ്ദേഹത്തിന്. കുടുംബത്തിലെ അവസ്ഥകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചറിഞ്ഞു. നമ്മുടെ കൂട്ടത്തിലേക്ക് സത്യം അറിഞ്ഞ് അനുഭവിച്ച് കയറി വന്ന ഒരു മനുഷ്യൻ, സ്വഹാബിയായി തീർന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യന് നേരത്തെ ജീവിക്കാനുള്ള ദുനിയാവിലെ സൗകര്യങ്ങളൊക്കെ ഓഫർ ചെയ്ത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതല്ല. അങ്ങനെ ഒരു ക്ഷണം ഇസ്ലാമിലില്ല. നമ്മുടെ ഓരത്തേക്ക് വന്നപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായി. അദ്ദേഹത്തെ പരിഗണിക്കണം, അദ്ദേഹത്തെ കണ്ടറിയണം, ചോദിച്ചറിയണം. കുടുംബ വിശേഷങ്ങൾ ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഗോത്രം ബനൂ സുലൈം ഗോത്രമാണ്. എന്റെ ഗോത്രത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ. എന്നെ പോലെ ഒരു ദരിദ്രൻ അല്ലെങ്കിൽ പരമദരിദ്രൻ ആ ഗോത്രത്തിൽ വേറെ കാണില്ല. ചെരുപ്പ് ധരിച്ചത് എനിക്ക് ഓർമ്മല്ല. ഞാൻ അത്രയും പാവാണ്. വാഹനം എനിക്കില്ല. ഇതാണ് എന്റെ വസ്ത്രം. ഇതൊന്ന് മാറ്റിയാൽ വേറെ ധരിക്കാൻ എനിക്കില്ല. ഇത് തങ്ങളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് ചുറ്റും കൂടി നിൽക്കുന്ന സ്വഹാബത്ത് ഓരോരുത്തർ അവിടുന്ന് അങ്ങനെ എഴുന്നേറ്റ് പോകുന്നു. ഒരാൾ പോയിട്ട് വസ്ത്രം കൊണ്ടുവന്നു, മറ്റൊരാൾ പോയിട്ട് ഭക്ഷണം കൊണ്ടുവന്നു, വേറെ ഒരാൾ ചെരുപ്പ് കൊണ്ടുവന്നു, വേറെ ഒരാള് ആ മനുഷ്യന്റെ വീട്ടിൽ നിത്യവും ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഉപകരണങ്ങൾ കൊണ്ടുവന്നു. സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നല്ല ഒരു വാഹനം കൊണ്ടുവന്നു. ഇതൊക്കെ കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആ അനുചരന്മാരോട്, ശിഷ്യന്മാരോട് ആ പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിൽ വന്ന ഒരു സ്നേഹം. എന്താ ഇവിടുന്ന് പഠിക്കാനുള്ളത്? കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞ് വിശുദ്ധ ദീനിലേക്ക് വന്ന ഒരു മനുഷ്യന്റെ വ്യാകുലതകൾ മുഴുവനും ഏറ്റെടുത്ത് പരിഹരിക്കാനുള്ള അവരുടെ സ്നേഹം. അവർ ചിന്തിച്ചോ? സ്വഹാബിമാർ ചിന്തിച്ചോ? ഒരു 2 മിനിറ്റ് മുമ്പല്ലേ കയർത്ത് സംസാരിച്ചത് ഈ മനുഷ്യൻ? അങ്ങനൊക്കെ മദീന അവർ ചിന്തിച്ചോ? ഇല്ല. കുറച്ചു മുമ്പല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറ്റം പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഈ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നോക്കിയത് എന്നൊന്നും അവർ ചിന്തിച്ചില്ല. കാരണം അതെല്ലാം അജ്ഞതയുടെ മേൽവിലാസത്തിലാണ്. ഇപ്പോൾ ആ മനുഷ്യൻ ഇൽമുള്ളവരായി, വിവരമുള്ള ആളായി, സത്യം ബോധ്യപ്പെട്ടു. സ്നേഹം ആ മനുഷ്യൻ നേർക്കുനേരെ അനുഭവിച്ച് മനസ്സിലാക്കി. സ്വന്തം സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്ന വേട്ടയാടി പിടിച്ച ഉടുമ്പടക്കം സത്യം ശരിയായ നിലക്ക് തുറന്നു പറഞ്ഞപ്പോൾ ചൂട് പിടിച്ച് കയർത്തു വന്നിരുന്ന ശരീരം തണുത്ത് സന്മാർഗത്തിലേക്ക് കടന്നു വന്നപ്പോ ആ പരിസരത്ത് മുഴുവനും അനുഭവിക്കുന്നത് സ്നേഹമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതാണ്. അതിന് സഹോദരന്മാരെ നമുക്ക് കഴിയണം. വിട്ടുവീഴ്ച ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ്, സൗന്ദര്യമാണ്. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കൂ. ഇത് റജബ് മാസമാണ്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ശഅബാന് വരും, കുറച്ചുകൂടി കഴിഞ്ഞാൽ റമദാന് വരും. ഓരോ റമദാനുകൾ അങ്ങനെ വന്ന് കഴിഞ്ഞു പോകും. നമ്മൾ ഇങ്ങനെ തന്നെ. എന്താ ഉസ്താദേ ഞങ്ങൾ മാറ്റം ഉണ്ടാകാത്തത്? നമ്മൾ മാറാൻ തയ്യാറല്ല. പൊരുത്തപ്പെട്ട് കൊടുക്കാനോ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനോ ഏതെങ്കിലും ഒരാളോടോ, സുഹൃത്തിനോടോ, സഹോദരനോടോ, അയൽവാസിയോടോ എന്തെങ്കിലും കശപിശകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോയി സാരല്ല, എന്റെ ഭാഗത്തുനിന്ന് അധികം വന്നതാണെന്ന് പറയാനോ നമ്മളെ മനസ്സ് നമ്മൾ അനുവദിച്ചോ? നമ്മളെ മനസ്സിലുള്ള എന്താ അറിയോ? ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പ് വെക്കുന്നുണ്ടല്ലോ, ഞാൻ അത് ചെയ്യുന്നുണ്ടല്ലോ, ഇത് ചെയ്യുന്നുണ്ടല്ലോ. സുഹൃത്തെ, അതിനേക്കാളും ഏറ്റവും വലുത് നിന്നിൽ നിന്ന് വാസനിക്കേണ്ട സൗന്ദര്യം ഇസ്ലാമിന്റെ മഹത്തായ സ്വഭാവം. അതിന്റെ ഒരു കുറവാണ് കാര്യമായിട്ടുള്ളത്.
അത് നീ നന്നാക്കി മെച്ചപ്പെടുത്തിയോ, നിന്റെ നിസ്കാരത്തിനും നിന്റെ കർമ്മങ്ങൾക്കൊക്കെ ഉള്ള സൗന്ദര്യവും സ്വീകാര്യതയും ഒന്ന് വേറെ തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ വിശുദ്ധ ദീന് പകർത്തിക്കൊടുത്തത് അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് കൊണ്ടുവന്ന ധർമ്മങ്ങൾ മുഴുവനും ആ പാവപ്പെട്ട വ്യക്തിക്ക് കൊടുക്കുന്നു. ഇഷ്ടം പോലെ ഭക്ഷ്യധാന്യങ്ങളാണ് ആ മനുഷ്യന് കിട്ടിയത്. കൂട്ടത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വാഹനം അങ്ങനെ നോക്കിയപ്പോൾ മദീനയിൽ തന്നെ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള വാഹനം. ഈ വാഹനം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുറഹ്മാനെ, ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കരുത്. നാളെ ഇതിനു പകരം ആഖിറത്തിൽ അല്ലാഹു നിങ്ങൾക്കൊരു വാഹനം തരും. ആ വാഹനത്തിന്റെ മുകളിലേറിയിട്ട് നിങ്ങൾ മഹ്ശറിലൂടെ സഞ്ചരിക്കും. അവിടെ വാഹനത്തിന്റെ മുകളിലേറി നിങ്ങൾ പോകുമ്പോ നിങ്ങളെ കാണുന്ന ഓരോരുത്തരും നിങ്ങളെപ്പോലെ ഒരു വാഹനം കുതിച്ചു പോകും. അതുപോലത്തൊരു വാഹനം എനിക്കും കിട്ടിയെങ്കിൽ എന്നാഗ്രഹിച്ചു പോകും. വലിയ വാഹനം അല്ല സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മഹ്ശറിൽ കൊണ്ടുതരും. അതിലൂടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പാലം കടന്നു പോകും. അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷം കൊടുക്കുന്നു. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെ വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന പാവപ്പെട്ട മനുഷ്യൻ ചെരുപ്പ് ധരിക്കാത്ത ആളാണ്. ആദ്യമായി ചെരുപ്പ് ധരിക്കുന്നത് അന്നാണ്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒഴിവാക്കി നല്ല വസ്ത്രങ്ങൾ ധരിച്ചത് അന്നാണ്. കാരണം കൂടെ കിട്ടിയ കൂട്ടുകാർ ഏറ്റവും നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന കൂട്ടുകാരാ. അതുകൊണ്ടാണ് ഖുർആൻ അവരെ വിശേഷിപ്പിച്ചത് റുഹമാഉ ബൈനഹും. എന്താണ് സ്വഹാബിമാർക്ക് അല്ലാഹു നൽകിയ വിശേഷണം? റുഹമാഉ ബൈനഹും, തമ്മിൽ സ്നേഹമുള്ളവരാണ്, അന്യോന്യം ദയാവായ്പകളുള്ളവരാണ്. നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബമുണ്ട്. ആ കുടുംബം വാടകക്കാ കഴിയുന്നത്. മാസം വാടക കൊടുത്ത് ജീവിക്കുന്ന ആ കുടുംബത്തിന് പെരുന്നാൾ ആകുമ്പോ അവരെ കൂട്ടത്തിൽ ആരും പുതുവസ്ത്രം വാങ്ങിയിട്ടില്ല. തൊട്ടിപ്പുറത്ത് പുരക്കാരാണ് നമ്മൾ ചോദിക്കുന്നില്ല. ചോദിച്ചാൽ വാങ്ങിയിട്ടില്ല എന്ന് അറിഞ്ഞാൽ വാങ്ങിക്കൊടുക്കണ്ടേന്ന് എഴുതിയിട്ട് അങ്ങനെ നമ്മൾ ഇസ്ലാം. പിന്നെ എങ്ങനെ നമ്മളിലൂടെ ഇസ്ലാമിന്റെ സൗന്ദര്യം കാണുക? ആ പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിൽ പെരുന്നാളിന്റെ ദിനത്തിൽ സന്തോഷിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടോ ഇല്ലേ അറിയേണ്ട വലിയൊരു ബാധ്യത നമുക്കുണ്ട്. അന്വേഷിക്കാൻ പോയാൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അന്വേഷണം വേണ്ട. നമ്മെ പോലെ അയാളും ഉയരണം, അല്ലെങ്കിൽ നമ്മേക്കാൾ അയാൾ ഉയരണം, നമ്മേക്കാൾ അയാൾ സന്തോഷിക്കണം, അയാളെ കുടുംബം സന്തോഷത്തോടെ കഴിയണം. അതിന് നമ്മളെ കൊണ്ട് ആവുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അവിടെയല്ലേ സഹോദരന്മാരെ മിസ്കീന്മാരെ സ്നേഹിച്ച മഹാന്മാർ, ഫുഖറായിനെ സ്നേഹിച്ച മഹാന്മാർ രാത്രിയും പകലും സ്വന്തം ജീവിതത്തെക്കാൾ അവർക്ക് വേണ്ടി സമയങ്ങൾ നീക്കിവെച്ചത് ഇബാദത്തിന് അവർക്ക് കുറവില്ല. അതിനേക്കാൾ അധികം സാധുക്കളെ സഹായിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും വല്ലാതെ ഉത്സാഹിച്ചു ഈ പാവപ്പെട്ട മനുഷ്യൻ. ആ വാഹനപ്പുറത്ത് ഏറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ എന്റെ കുടുംബത്തിലേക്ക് പോകട്ടെ എന്നും പറഞ്ഞ് തിരിച്ചവിടുന്ന് യാത്രയായി. പോകുന്ന വഴിമധ്യേ ആ മനുഷ്യന്റെ ഗോത്രത്തിൽപ്പെട്ട 1000 ആളുകൾ ഒരുമിച്ച് വരുന്നു. അവര് മുഴുവനും അമ്പ് സ്വീകരിച്ചുകൊണ്ട് അമ്പ് അതാ എപ്പോ സമയം കിട്ടുന്നോ അപ്പ അമ്പറിയണം. ആ രീതിയിലുള്ള അമ്പെയ്ത്തുകാരായിട്ടാ
വരുന്നത്, സായുധരാണ്, വാഹനങ്ങളിലാ വന്നത്. ഈ പാവപ്പെട്ട അറാബിയായ മനുഷ്യൻ അതുവരെ കണ്ടിട്ടില്ലാത്ത നല്ല വാഹനത്തിൽ, ഇതുവരെ ധരിച്ചിട്ടില്ലാത്ത നല്ല വസ്ത്രത്തിൽ, നല്ല ചെരുപ്പിൽ, നല്ല തലപ്പാവിൽ മുന്നോട്ട് പോകുമ്പോ കുടുംബക്കാരായ 1000 ആളുകളെ കൈ കാണിച്ചു നിർത്തി, നിങ്ങൾ എങ്ങോട്ടാ? അവര് പറഞ്ഞു, ഞങ്ങൾ പോകുന്നത് ഇവിടെ നബിയായി വന്ന ഒരു മനുഷ്യനില്ലേ, നബിയാണ് എന്ന് ജനങ്ങളോടൊക്കെ പറഞ്ഞ് ദീന് പ്രചരിപ്പിക്കുന്ന ഒരു മനുഷ്യനില്ലേ, ആ മനുഷ്യനെ നേരിടാനാണ് ഞങ്ങൾ പോകുന്നത്. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, ഈ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, ഒന്ന് നിൽക്കണം, എന്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു തരാം. നിങ്ങൾ 1000 പേര് പോയാലും 10,000 പേര് പോയാലും എനിക്ക് നൽകപ്പെട്ട അനുഭവം പോലെ തന്നെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും. ആ അറാബിയായ മനുഷ്യൻ കുടുംബ സംസാരിച്ചതും സ്വഹാബിമാര് സ്നേഹിച്ചതും അവര് സഹകരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സ്വഭാവവും പെരുമാറ്റവും ഒന്നങ്ങ് വിളിച്ചറിയിച്ചപ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങിയ 1000 പേരും ഒരേ ശബ്ദത്തിൽ ചൊല്ലിപ്പോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരൊറ്റ ദിവസത്തെ സമീപനം കൊണ്ട്, ഒരൊറ്റ ദിവസത്തെ അല്പനേരത്തെ സ്നേഹം കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ വഴിയിലേക്ക് വിശ്വാസവും കർമ്മങ്ങളും സംസ്കാരങ്ങളും നന്നാക്കി കടന്നു വന്ന ആളുകൾ 1001 എണ്ണമാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന സുഹൃത്തിന്റെ വിഷമങ്ങൾ പൊറുക്കാൻ കഴിയണം, അവന്റെ വിഷമങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം, അവനെ സഹായിക്കാനുള്ള മനസ്ഥിതി വേണം. അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് അവനും ഒരു വിഹിതം കൊടുക്കാനുള്ള തൗഫീഖ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവർ വാസനിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരൊറ്റ ആയത്തിൽ തന്നെ ഏറ്റവും നല്ല സൗന്ദര്യം അല്ലാഹു തആല പഠിപ്പിച്ചു. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഒന്നാമതായ ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച സ്വീകരിക്കണം, പുറത്തു കൊടുക്കാൻ കഴിയണം, മാപ്പ് കൊടുക്കാൻ കഴിയണം. കഴിയോ നമുക്ക് സഹോദരങ്ങളെ? അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. ഇപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് വിലയിരുത്തി നോക്കൂ സ്വന്തത്തിലേക്ക്. എത്ര അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക്, നമ്മളിലേക്ക് അടുക്കരുത്, കാണരുത്, ഒരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കരുത് എന്ന് ചിന്തിക്കുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മളെ മുന്നിൽ. അവർ കാര്യമായിട്ട് വലിയ കനപ്പെട്ട, ഒരിക്കലും മാപ്പർഹിക്കാൻ പറ്റാത്ത അത്രയും ഗൗരവമുള്ള വിഷയങ്ങൾ ചെയ്തിട്ടാ? അല്ല, ഒന്നുമല്ല. ഒരു പക്ഷെ നമ്മളോട് നിസ്സഹകരണം കാണിച്ചു. അങ്ങനെയാണ് അയാൾക്ക് തോന്നിയത്. അപ്പൊ നമ്മളെ ഭാഷ എന്താ? നമ്മളും നിസ്സഹകരണം കാണിക്കണം, അങ്ങനല്ലേ? നമുക്ക് മനസ്സിലാണ്ടത്. നമ്മൾ വിളിച്ചിട്ട് അയാൾ വന്നില്ല, തിരിച്ച് നമുക്ക് തോന്നണം എന്താ? അയാൾ വിളിച്ചാൽ നമ്മൾ പോവില്ല. അങ്ങനെ ആകുമ്പോ തിരുത്താൻ കഴിയോ? അങ്ങനെ ആകുമ്പോ നന്നാക്കാൻ കഴിയോ? അങ്ങനെ ആകുമ്പോ നല്ല സ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് വരുമോ? നിങ്ങൾ നോക്ക്, കിട്ടേണ്ട വിഷയങ്ങൾക്ക്, അവകാശങ്ങൾക്ക് വേണ്ടി തന്നെ അധികം സംസാരിച്ചു വന്ന ആളുകളെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തിയത് നല്ല സ്വഭാവത്തിലൂടെയാ. തങ്ങൾ തിരുത്തിയത് നല്ല സ്വഭാവത്തിലൂടെ. ആ നല്ല സ്വഭാവം കാണിച്ചു കൊടുത്തപ്പോൾ അവരുടെ മനസ്സും ഭാഷയും സ്വഭാവവും മുഴുവനും നന്നായി തീർന്നു. വിശുദ്ധ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് ആ തരത്തിലുള്ള വിട്ടുവീഴ്ചയാണ്. ഇന്നൊരു വീട്ടിൽ തന്നെ 4 മക്കളുണ്ട് ഒരു ബാപ്പക്ക്, അല്ലെങ്കിൽ 5 മക്കളുണ്ട്, 5 പേരും തമ്മിൽ സ്വരച്ചേർച്ചയില്ല. എന്താ കാരണം? ഓരോരുത്തരും ഓരോരുത്തരെ പറ്റിയുള്ള പരാതിയാണ്. അത് മൂത്താളല്ലേ? മൂത്താളൊക്കെ തന്നെയാണ്. പക്ഷെ ആള് നമ്മോട് ഒരു സഹകരണവും ഇല്ല.
അയാളെ കയ്യിൽ അല്പം കാശുണ്ടായപ്പോ നീ ചോദിച്ചപ്പോ തന്നില്ല. വേറെ എന്തോ ലക്ഷ്യത്തിന് വേണ്ടി എടുത്തു വെച്ചതേ. പക്ഷെ നമ്മളെ മനസ്സിൽ ആ കറ വീണു. തന്നില്ല എന്നുള്ള കറ. നമ്മളെ കയ്യിൽ അല്പം കാശുണ്ടായപ്പോ ഒരു ആവശ്യത്തിന് വേണ്ടി സ്വന്തം രക്തത്തിൽപ്പെട്ട ജ്യേഷ്ഠൻ പരിഗണിക്കേണ്ട, ഉപ്പയെ പോലെ പരിഗണിക്കേണ്ട, ഉപ്പയില്ലാത്ത കാലത്ത് മുന്നോട്ട് വെക്കേണ്ട ജ്യേഷ്ഠൻ ചോദിച്ചു കുറച്ച് കാശ് തരൂ. അപ്പൊ നമ്മളെ പെരുമാറ്റം എങ്ങനെയാണെന്നറിയാം. സൂറത്തുൽ കഹ്ഫിലൂടെ രണ്ടാൾക്കാര്, സമ്പത്തുള്ള ആൾ ഇല്ലാത്ത ആളെ അല്ലാഹു പഠിപ്പിക്കുന്നില്ലേ? സഹോദരങ്ങൾ. അവരെ പോലെ പെരുമാറിയിട്ട് നമ്മൾ പറഞ്ഞു നിനക്കുണ്ടായിരുന്നല്ലോ സ്വത്ത്, നീ അതെന്ത് ചെയ്ത്? ഞാനത് അങ്ങനെ ഇങ്ങനെ നീക്കിയപ്പോ എനിക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ വന്നു. അത് സഹിച്ചേക്ക്, ക്ഷമിച്ചേക്ക്, അല്ലാഹു തആല തരും. അതുവരെ നീ സുബ്ർ ചെയ്ത് അങ്ങനെ നടന്നു. ഞാൻ അതല്ല ചോദിച്ചത്, നിന്റെ കയ്യിൽ നിന്ന് വല്ലതും തരൂ. അപ്പൊ തരാൻ പറ്റൂല എന്ന് മുറിച്ചു പറയാൻ ഒരു ബന്ധത്തിന്റെ ഒരു ചെറിയ ഒരു കഷ്ണുള്ളത് കൊണ്ട് തരാൻ പറ്റൂല എന്ന് പറയുന്നില്ല. പക്ഷെ ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം നോക്കുന്നത്. കാരണം ഉള്ളിൽ മന്ത്രിക്കുന്നത് 10 കൊല്ലം മുമ്പ് ഞാനൊന്ന് ചോദിച്ചപ്പോ അന്ന് ഇഷ്ടം പോലെ കയ്യിലുണ്ടായപ്പോ എനിക്കൊരു 10,000 രൂപ നിന്ന് സഹായിച്ചില്ലല്ലോ. എന്നിട്ട് പതുക്കെ നാവുകൊണ്ട് പറയല്ലോ, ഉള്ളിൽ മന്ത്രിക്കാണ്. ഇപ്പൊ ഇങ്ങനെ ആവശ്യമായിട്ട് വന്നിരിക്കാണില്ലേ? ആരോടാ ഇത് പറയുന്നത്? സ്വന്തം കൂടപ്പറപ്പിനോട്. തരാത്തവർക്ക് തിരിച്ചു കൊടുത്തിട്ട് അവർക്ക് ശരിയായ നിലക്കുള്ള സമീപനം കാണിച്ചു കൊടുത്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അന്നം കൊടുക്കാതെ തങ്ങളെ പട്ടിണിക്കിട്ട മക്കയിലെ നേതാക്കൾ, ഭക്ഷണം കൊടുക്കാതെ തങ്ങളെ ശൈബ് അബീ ത്വാലിബിലേക്ക് നയിച്ചു. പച്ചില ഭക്ഷിച്ച് നബിതങ്ങളും സ്വഹാബത്തും കഴിഞ്ഞുകൂടി. സ്വഹാബത്ത് പറഞ്ഞില്ലേ ഹദീസിൽ, ആടുകൾ കാട്ടിക്കും പോലെ ഞങ്ങളിൽ പലരും കാട്ടിച്ചിരുന്നു. അത്തരത്തിലുള്ള മക്കയിൽപ്പെട്ട നേതാക്കൾക്ക് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ അവിടേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ മുടക്കിയപ്പോൾ കുറച്ചവര് സഹിച്ചോട്ടെ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ശിഷ്യനെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഭക്ഷണം മനുഷ്യന്റെ അവകാശമാണ്, അത് തടഞ്ഞു വെക്കാൻ പാടില്ല. അത് മതത്തിന്റെ മേൽവിലാസം നോക്കി കൊടുക്കേണ്ട ഒരു സംഗതിയല്ല. ഭക്ഷണം കൊടുക്കുന്നത് യജമാനനായ ഖാലിഖായ റബ്ബാണ്. അതുകൊണ്ട് അന്നം മുടക്കരുത്, കൊടുത്തേച്ചേക്കണം. എന്നാ പിന്നെ നമുക്ക് കുറെ അവര് നമ്മളെ കുറെ ബഹിഷ്കരിച്ചില്ലേ, കുറച്ചവരും അനുഭവിച്ചോട്ടെ എന്ന തിയറിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത്. സഹോദരങ്ങളെ, വിട്ടുവീഴ്ചക്ക് നമുക്ക് കഴിയണം. ഉപ്പമാരോട് ഞാൻ പറയട്ടെ, മക്കളോട് വിട്ടുവീഴ്ച കാണിക്കണം. അവരിൽ നിന്ന് ഒരു പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത സംഗതികൾ ബുദ്ധിക്കുറവ് കൊണ്ടോ, കൂട്ടുകാരോടുള്ള കൂടുതൽ സമ്പർക്കങ്ങളെ കൊണ്ടോ, ബാപ്പക്ക് ഉമ്മക്ക് എതിരായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചെങ്കിൽ അവര് നല്ലവരാകണം എന്നാണോ ലക്ഷ്യം വെക്കുന്നത്? വിട്ടുവീഴ്ച നൽകണേ. നബിയുല്ലാഹി യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വിട്ടുവീഴ്ച നൽകിയിട്ട് മക്കളെ നന്നാക്കിയതുപോലെ ജേട്ടന്മാരോട് യൂസുഫ് നബി അലൈഹിസ്സലാം വിട്ടുവീഴ്ച നൽകിയിട്ട് ജേട്ടന്മാരോടുള്ള ബന്ധം സ്വീകരിച്ചതുപോലെ സ്വന്തം ബാപ്പന്റെ ഉമ്മന്റെ രക്തത്തിൽ പിറന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, ഇന്നും അവരുമായി നിങ്ങളെ മനസ്സിൽ വല്ല അല്ലലും മലട്ടലുമുണ്ടോ? ഞാനൊന്ന് പറയട്ടെ, വിട്ടുവീഴ്ച ചെയ്തിട്ട് നന്നാകണം. ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറില്ല എന്നാണോ നിശ്ചയിച്ച് തീരുമാനിച്ചിരിക്കുന്നത്? നമ്മളാണ് സഹോദരങ്ങളെ ഏറ്റവും ലോക്കൽ മുസ്ലിം എന്ന് പറയുന്നത്. ആ മാർഗത്തിൽ നിന്ന് വിട്ടുവീഴ്ചക്ക് ഉസ്താദേ ആയത്തോതണ്ട, അതിന് ഹദീസോതണ്ട, നമ്മളെ മനസ്സതിൽ നിന്ന് മാറിക്കിട്ടൂല എന്നാണോ പറയുന്നത്? സ്വന്തം കുടുംബക്കാരിയേറെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് എത്ര ആളുകളാണ് വിട്ടുവീഴ്ച ചെയ്തിട്ട് അവരോട് മാപ്പ് നൽകിയത്? എന്തിന്? അവരും നന്നാകണം.
നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നതോടുകൂടി അവരും നന്നാകണം. അവരെ ഇസ്ലാമും മെച്ചപ്പെട്ടു വരണം. മാപ്പ് കൊടുക്കുക അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ലേ മാപ്പ്. റമളാനായ നമ്മളൊക്കെ ദ്വാരക്കും. ചിലപ്പം ചിലർ കണ്ണീരൊക്കെ ഊറ്റിയിട്ട് മുസല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇത്രയും ദ്വാരക്കൽ 100 വട്ടോ 1000 വട്ടോ ആളെ വിളിച്ചിട്ട് നിന്റെ സഹോദരനൊന്ന് മാപ്പ് കൊടുക്കാൻ കഴിയും. ഞാൻ ഇപ്പൊ അള്ളാഹിനോട് ചോദിക്കുന്നത്. അല്ല, അള്ളൊക്കെ മാപ്പ് വരും, അള്ളൊക്കെ പുറത്തു തരും. സ്വന്തം സഹോദരനോട് അതിവിടെ പറഞ്ഞിട്ടില്ല. അത് പിന്നെ എങ്ങനെ കിട്ടുന്ന മാപ്പ്? നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു പഠിച്ചാരെ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നീ വല്ലാതെ അഫു ഇഷ്ടപ്പെടുന്ന ആളാണ്. അള്ളാഹ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അത് ശരി, വൺവേ ആണോ? പഠിച്ചത് നിനക്ക് അഫു വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് നീ എനിക്കൊക്കെ മാപ്പ് കൊണ്ടാ പുറത്തു കൊണ്ടാ. അല്ലാഹു തആല തിരിച്ചൊരു ചോദ്യം, ഞാൻ അഫു ഒക്കെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിനക്ക് പുറത്തു തരാനും ഇഷ്ടപ്പെടുന്നുണ്ട്, നീ ഒന്ന് വിട്ടുകൊടുക്കോ? ഒന്ന് മാപ്പ് ചെയ്യോ? അപ്പുറത്തും ഒന്ന് പുറത്തു കൊടുക്കോ? തയ്യാറുണ്ടോ? അത് കുറച്ച് പ്രയാസമാണ്. അതെന്താ പ്രയാസം? അത് ആ പെങ്ങൾ ആ സഹോദരി കല്യാണത്തിന് വിളിച്ചിട്ട് വന്നില്ല. എന്തേ വരാതിരുന്നത്? എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞു മാറി. എന്നാ നിങ്ങളത് പുറത്തു കൊടുത്തേക്ക്. അടുത്ത മാസം അവരെ അവിടെ കല്യാണം 2 ദിവസം മുമ്പ് തന്നെ പോയി നിങ്ങൾ സഹകരിച്ചോളൂ. 2 ദിവസം മുമ്പോ ഇങ്ങോട്ട് വരാത്ത വീട്ടിലേക്കോ? അന്യന്റെ വീടല്ല, സ്വന്തം സഹോദരിയുടെ വീടാണ്. അന്ന് പകല് ആൾക്കാരൊക്കെ പോകുന്ന കൂട്ടത്തിൽ നിന്ന് പോയി ഭക്ഷണം കഴിച്ച് വരിക എന്നല്ലാതെ. അതാ നമ്മളെ മനസ്സ് ചുരുങ്ങി ഒന്നുടി, മനസ്സ് വിശാലമാകണം, പുറത്തു കൊടുക്കാൻ കഴിയണം. ഔലിയാക്കള് എത്രയും ഖനപ്പെട്ട വിഷയങ്ങൾ പുറത്തു കൊടുത്ത് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ആ വഴി സ്വീകരിക്കാനാണ്. ഞാൻ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോടൊക്കെ പറയട്ടെ, മക്കൾ നന്നാകാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴി അതാണ്. ദുസ്വഭാവങ്ങൾ വന്നാൽ അവരെ വിട്ടുവീഴ്ച ചെയ്തിട്ട് നന്നാക്കണം. നല്ല നിലക്ക് അവരെ കൂടെ നിർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ശാപത്തിന്റെ വർഷങ്ങൾ നൽകിയിട്ട് അവരെ പിഴുതെറിയാൻ പാടില്ല. നീ നിന്റെ വഴിക്ക് പോയി ജീവിച്ചോ എന്ന് പറഞ്ഞ് ആട്ടാൻ പാടില്ല. എത്ര വലിയ വിഷമം സഹിച്ചു നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം 10 മക്കളെ കൊണ്ട്, നല്ല ആരോഗ്യമുള്ള 10 മക്കളെ കൊണ്ട് എത്ര വിഷമമാണ് സഹിച്ചത്. ഒരിക്കൽ പോലും അവരെ പഴിച്ചിട്ടില്ല. മക്കള് വന്ന് പരമ്പരയായി കളവ് പറഞ്ഞപ്പോഴും മഹാനവറുകളുടെ ഭാഷ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങളാ പറഞ്ഞതിനൊക്കെ എനിക്ക് മറുപടി പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, നല്ല ക്ഷമയാണ്. നിങ്ങൾ പറഞ്ഞതിന് മുഴുവനും ഞാൻ അല്ലാഹുവിനോട് സഹായം അർത്ഥിക്കുകയാണ്. സഹായം ചോദിക്കുന്നത് അല്ലാഹുവിനോടാണ്. വീട്ടിന്റെ പടിക്ക് പുറത്താക്കിയിട്ടില്ല എന്നൊന്നും പറഞ്ഞവരെ മനസ്സ് വിഷമിപ്പിച്ചിട്ടില്ല. അവരോടൊപ്പം തന്നെയാണ് ജീവിക്കുന്നത്. 10-80 കൊല്ലത്തോളം സഹിച്ചിട്ട് സഹനത്തിന്റെ മാർഗം സ്വീകരിച്ച്, ക്ഷമയുടെ മാർഗം സ്വീകരിച്ച് വീണ്ടും ആ മക്കളോട് പറയുന്നു, യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ വലാ തയഅസൂ മിൻ റൗഹില്ലാഹ്. മക്കളോട് ചൊടിച്ചു നിൽക്കുന്ന ഉപ്പമാരോട് പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, സ്നേഹമസൃണമായ വിട്ടുവീഴ്ച മനോഭാവം നൽകിയിട്ട് അവരെ നന്നാക്കി കൂടെ ചേർത്ത് പിടിക്കണം. അവരുടെ ദുസ്വഭാവങ്ങൾ നിങ്ങൾ പുറത്ത് പബ്ലിസിറ്റി ചെയ്യരുത്. നമ്മളെ മക്കളാണ്, അവർ നന്നായി കിട്ടണം. ക്ഷമയോടെ വിട്ടുവീഴ്ചയോടെയുള്ള പെരുമാറ്റം കൊടുക്കണം. എന്നിട്ട് അവർ നന്നാകാൻ അല്ലാഹുവിനോട് ദ്വാരക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചതുപോലെയൊന്നും നമ്മൾ സഹിച്ചിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മകനെ തന്റെ ചാരത്ത് നിന്ന് അടർത്തി കൊടുത്തു കൊണ്ടുപോയി. എത്ര വലിയ വിഷമമാണ് ആ ഉപ്പാക്ക മക്കൾ സൃഷ്ടിച്ചത്. നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടിയെ സഹോദരങ്ങൾ അങ്ങനെ കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? നാട് കടത്തി വിട്ട് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് കടത്തി കൊണ്ടുപോയിട്ടുണ്ടോ? തിരിച്ചു വരാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു പ്രതലത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. എന്തോ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി മനസ്സും ശരീരവും അകന്നു നിൽക്കുന്നു.
അകലാൻ പറ്റൂല. ഒരുമിച്ച് കഴിയണം, നല്ല സ്നേഹത്തോടെ സ്വഭാവത്തോടെ വർത്തിക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം ഇതൊക്കെ ചെയ്ത മക്കളെ വീട്ടിൽ താമസിപ്പിച്ചിട്ടും അവരോട് പറയുന്നു, നിങ്ങൾ പോയി തെരഞ്ഞു നോക്കണം. യൂസുഫ് നബിയെയും സഹോദരനെയും പോയി ഒന്ന് അന്വേഷിക്കണം. എവിടെയെങ്കിലും കണ്ടെത്താതിരിക്കൂല. നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിയരുത്. ആ മക്കള് സന്തോഷത്തോടെ പോകുന്നു. മക്കൾ ആദ്യമായിട്ട് മിസ്രിലേക്ക് പോകുമ്പോഴേ സ്നേഹത്തോടെ ആ ബാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് എന്റെ മോനെ ചെയ്ത മക്കളല്ലേ, ഇനിയിപ്പോ ഇവരങ്ങ് പോയി നിറ്റൊന്നും വരാനല്ല. റേഷൻ സ്വീകരിക്കാൻ വേണ്ടി മിസ്രിലേക്ക് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന മക്കളോട് ബാപ്പ പറഞ്ഞ സ്നേഹത്തിന്റെ വാക്കെന്നാണ് 10 മക്കളോടും, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. നിങ്ങളെ കണ്ടാലോ ഒരു ബാപ്പന്റെ മക്കളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഒരേ ഗേറ്റിലൂടെ കടക്കരുത്. 2-3 കവാടങ്ങൾ ഉണ്ടാകുമല്ലോ, മാറി അതിലൂടെ ഒക്കെ കടക്കണം. എന്താണ് ആ ഒരു സ്നേഹത്തിന്റെ ഭാഷ നമ്മൾ ആലോചിച്ചു. എപ്പോഴാണെന്ന് പറയുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം തിരിച്ച് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കണ്ട ശേഷമല്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെ വർഷങ്ങളോളം കഥന കണ്ണീരൊഴുക്കിയ ശേഷവും വീട്ടിലിരിക്കുന്ന മക്കളോട് സ്നേഹത്തിന്റെ വായ്പകളൊന്നും കുറയാതെയുള്ള ഭാഷ. നിങ്ങൾ എല്ലാവരും മിസ്രിലേക്ക് പോവുകയാണ് റേഷൻ സ്വീകരിക്കാൻ. എന്നാലും മക്കളെ എല്ലാവരും കൂടി ഓരോ ഗേറ്റിലൂടെ പ്രവേശിക്കുക. കണ്ടാൽ എല്ലാവരും ഒരു ഉപ്പയുടെ മക്കളാണ് തോന്നും. ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് ഒരു വീട്ടിൽ തന്നെ എല്ലാവരും കൂടി വന്നിരിക്കാന്ന്. നിങ്ങൾക്കെതിരെ കണ്ണെറിയരുത്. നാവ് കൊണ്ട് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് ഏറില്ലേ, അതെറിയരുത്. അതുകൊണ്ട് നിങ്ങൾ ആ മക്കളുള്ള സ്നേഹാണത്. വ്യത്യസ്ത ഗേറ്റിലൂടെ ആ ഉപ്പാന മനസ്സിൽ നിന്ന് വന്നൊരു സ്നേഹം നോക്ക്. നിങ്ങൾ ഇനി പുറത്തിറങ്ങാൻ പാടില്ല എന്നല്ല. ഞങ്ങളൊന്ന് മിസ്രിലേക്ക് പോയിട്ട് ഭക്ഷണം കൊണ്ടുവരട്ടെ, നിങ്ങൾ എല്ലാവരും പൊയ്ക്കോളൂ. പോകുമ്പോ സ്നേഹത്തോടെ കൊടുക്കുന്ന വാക്ക് ഉപദേശം. അതാ മക്കളോട് ആ ഉപ്പയുടെ മനസ്സിലുള്ള സ്നേഹത്തെയാണ് അല്ലാഹു തആല അടയാളപ്പെടുത്തി തരുന്നത്. കറകളൊന്നുമില്ല യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ. ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉപദേശം കൊടുക്കോ? ഏതായാലും യൂസുഫ് നബി പോയില്ല, ഇനി വരും പോയിക്കോട്ടെ, അത്ര വലുതൊന്നല്ലോ എന്നല്ല ചിന്തിക്കുക. അല്ലല്ല, എന്റെ മക്കളാണ്. ഈ 10-11 ആളും എന്റെ മക്കളാണ്, എന്റെ കുട്ടികളാണ്. അവരൊക്കെ നന്നാകണം, നല്ലവരാകണം എന്ന ചിന്തയോടെ കൊടുക്കുന്ന ഉപദേശം. തിരിച്ചു വന്നപ്പോ വീണ്ടും നേരത്തെ ഉള്ളതിനേക്കാൾ ദുഃഖത്തിന്റെ മേൽ ദുഃഖം വന്നപ്പോഴും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം പിടിവിട്ടിട്ടില്ല. എന്റെ മക്കളെ കയ്യിൽ നിന്ന് എന്തോ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ടും അപ്പോഴും മഹാനവറുകൾ പറയുന്നത്, ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറൻ ഫസബ്റുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. നിങ്ങളെ മനസ്സിൽ എന്തോ തോന്നി, അത് നിങ്ങൾ അങ്ങോട്ട് ചെയ്തു. എന്നിട്ട് എന്നോട് വന്നിട്ട് നിങ്ങൾ പറയാണല്ലേ, ശരി ഞാൻ ക്ഷമിച്ചോളാം. നേരത്തെയും ഞാൻ ക്ഷമിച്ചതല്ലേ, ഞാൻ ക്ഷമിച്ചോളാം. ഉപ്പമാരോട് പറയട്ടെ, അത്തരത്തിലുള്ള ഒരു കഥന കണ്ണീര് നമ്മുടെ സമൂഹത്തിലെ ബാപ്പയും ഉമ്മയൊന്നും കുടിച്ചിട്ടില്ല. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി തെറ്റിക്കളിയുന്ന ബാപ്പമാരോടും ഉമ്മമാരോടും പറയട്ടെ, സ്നേഹത്തിന്റെ ഈമാനിന്റെ കണിക ബാക്കിയുണ്ടെങ്കിൽ നന്നാകണം. മക്കളോട് നന്നാകണം. ഒന്നാമത്തെ സൊഫിൽ ഇമാമിന്റെ ബാക്കിലായിരിക്കും നിസ്കരിക്കാൻ നിൽക്കുക. ജമാഅത്തിൽ നിസ്കാരമൊക്കെ കറക്റ്റാണ്. റവാത്തിബ് 4 ആണെങ്കിൽ 4 നിസ്കരിക്കും. ഇത്ർ 11 നിസ്കരിക്കും. ദുഹാ 8 നിസ്കരിക്കും. അവ്വാബീനും നിസ്കരിക്കും. തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കും. മക്കളോട് എല്ലാരോടും ബൈൻ എല്ലാരോടും ഇവിടെ പറഞ്ഞു. ഒരൊറ്റ കുട്ടിയോടും ഒരു സ്നേഹപരമായ കണക്ഷൻ ഇല്ല, ആത്മപരമായ ബന്ധമില്ല, സ്നേഹപ്പെരുമാറ്റമില്ല. ഈ നിസ്കാരത്തിനേക്കാളും കൂടുതൽ, ഈ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും കൂടുതൽ നാളെ മീസാനിൽ കളം തൂങ്ങുന്നത് സ്നേഹമുള്ള സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഖലു മാ യുളഉ ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന സംഗതി ഹുസ്നുൽ ഖുലുഖി, സ്നേഹമസർണമായ സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിക്കണം നമ്മൾ.
നമ്മൾ അതാ പഠിക്കേണ്ട പ്രധാനമായിട്ടും നമ്മിലൂടെ നിയലിക്കേണ്ട ഇസ്ലാം ആ സ്നേഹത്തിൽ ചാലിച്ച സ്വഭാവമാണ്. അതാ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവ് വേണം. നിങ്ങൾ നോക്കി ഒരു ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നില്ല. ബാപ്പാരോടും ഉമ്മമാരോടും മാപ്പ് ചോദിക്കാനുള്ള തന്റെ ഇടം മക്കളായ നമുക്ക് വേണം. എന്റെ ബാപ്പക്ക് 70 വയസ്സായി, ഏറിപ്പോയാൽ ഒരു 5 കൊല്ലം 10 കൊല്ലം എന്ന് പറയരുത്. അബദ്ധവശാൽ ഒരു വാക്ക് വന്നോ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കള് മാപ്പ് ചോദിച്ചതുപോലെ 10 പേരും ബാപ്പയോട് മാപ്പ് ചോദിച്ചതുപോലെ മാപ്പ് ചോദിക്കണം. നന്നാകാനാണ് മാപ്പ് ചോദിക്കുന്ന ശൈലി. നമ്മൾ നല്ലവരാണ് എന്ന് അല്ലാഹു തആല നമ്മളെ പറ്റി വിലയിരുത്താനാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടാനല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനാണ്. തെറ്റുകാരാണ് മക്കള് എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോ എല്ലാവരും പറഞ്ഞില്ലേ, യാ അബാനാ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതീൻ. ഞങ്ങളെ ഉപ്പ, ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു പോയി, ഞങ്ങൾ തെറ്റുകാരായി പോയി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങളെല്ലാവരും ഞങ്ങളെ കൊച്ചനുജനെ കണ്ടെത്തി. എവിടെ കണ്ടെത്തി? അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ കണ്ടെത്തി. കണ്ടെത്തിയ സമയത്ത് അവരെ ചൊൽപ്പടിക്ക് കീഴിൽ നിർത്താനും അറസ്റ്റ് ചെയ്തുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കാനും കഴിവുള്ള രാജാവിന്റെ പവറുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം നമ്മൾ താമസിക്കുന്ന യുഗത്തില് എത്രയോ വ്യത്യസ്തമായ വിചിത്രമായ രാഷ്ട്രീയ പ്രേരിതമായ വിഷയങ്ങൾക്ക് വേണ്ടി ജേട്ടൻ അനുജനെയും അനുജൻ ജേട്ടനെയും വകവരുത്തിയിട്ടുണ്ടേ. ആ ഒരു പ്രതലത്തിൽ നിന്നാ നമ്മൾ സംസാരിക്കുന്നത്. എന്താ രണ്ടുപേർക്കും തമ്മിലുള്ള വ്യത്യാസം? ഇസ്ലാമിൽ ഒരേ വിശ്വാസത്തിലാണോ ആണ്? ഒരേ പ്രമാണത്തിലാണോ ആണ്? രണ്ടുപേരും സുന്നികളാണോ? സുന്നികളാണ്. മഖബറയിൽ വരുന്നവരാണോ? ഭൗതിക തലത്തിൽ സ്വീകരിച്ച ചിന്തകൾക്ക് രണ്ടുപേരും ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്വാഭാവികമായും ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് അതൊരു സ്നേഹത്തിന് മറയാകരുത്, തടസ്സമാകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമ്പർക്കത്തിനത് തടസ്സമാകരുത്. കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും പോകുന്നതിനും അതൊരിക്കലും തടസ്സമാകരുത്. നിങ്ങൾ കണ്ടില്ലേ, സ്വന്തം അധികാര രൂപത്തിൽ അധികാര കസേരയിലിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം എല്ലാ സഹോദരങ്ങളോടും ഒരുമിച്ച് പറഞ്ഞത്, യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. സ്വന്തം ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും എന്നെ അടർത്തിയിട്ട് വർഷങ്ങൾ 70 കഴിഞ്ഞു, 80 കഴിഞ്ഞുപോയി. 80 വർഷം ഇപ്പുറത്ത് എന്റെ വാപ്പയെ കാണാതെ, എന്റെ ഉമ്മയെ കാണാതെ ഞാൻ ഒറ്റക്കല്ലേ ഈ മിസ്റിന്റെ വിവിധ തസ്തികകളിൽ ഞാൻ കഴിയേണ്ടി വന്നത്. എന്നാലും നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല. കാരണം എന്താ? നിങ്ങളൊക്കെ എന്റെ സഹോദരങ്ങളാണ്. അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ. നിങ്ങളെക്കാളും വലിയ തെറ്റ് ചെയ്തവർക്ക് റഹ്മത്ത് ചെയ്ത് മാപ്പ് കൊടുത്തവനാണല്ലോ. നിങ്ങൾ നല്ലവരാകണം. ആ ഒരു ഉപദേശം യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന അനുജൻ ഉമ്മയോട് നിനക്ക് അസ്വാരസ്യങ്ങൾ വന്നിട്ടുണ്ടോ? തിരുത്തണം, നന്നാകണം. ആ നന്നാകുന്നതാണ് അഫു എന്ന് പറയുന്ന ശൈലി, വിട്ടുവീഴ്ച എന്ന് പറയുന്ന ശൈലി. എത്രമാത്രം നല്ലൊരു ശൈലിയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് നിങ്ങൾക്ക് പറഞ്ഞത്, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും. ഇപ്പോൾ ചോദിക്കുന്നില്ല, ഒരു സമയം ഞാൻ അതിന് കാത്തു കഴിയുന്നുണ്ട്. അല്ലാഹു പുറത്തു തരുന്നവനാണല്ലോ, മഹാകാരുണ്യം ചെയ്യുന്ന കാരുണികനാണല്ലോ. എന്നിട്ട്
യാക്കൂബ് നബി അലൈഹിസ്സലാം വെള്ളിയാഴ്ച രാത്രി, അഥവാ നമ്മളെ നാട്ടിലൊക്കെ സഹോദരന്മാരെ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി എന്ന് പറയാറില്ലേ? വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം വെള്ളിയാഴ്ച രാത്രിയിൽ അത്താഴത്തിന്റെ നേരത്ത് എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, മാപ്പിന് വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു. അവരെല്ലാവരും കൂടി സ്വാലിഹീങ്ങളായി നല്ലവരായി. പിന്നെയും ആ മക്കളെ കൂട്ടത്തിൽ സന്തോഷത്തോടെ ബാപ്പയും ഉമ്മയും കഴിച്ചുകൂടി. അതിനുശേഷം ഒരൊറ്റ വെള്ളിയാഴ്ച രാത്രിയിലും അത്താഴത്തിന്റെ നേരം വിടാറില്ല, പ്രാർത്ഥന ഒഴിവാക്കാറില്ല. ഒരൊറ്റ വെള്ളിയാഴ്ച രാത്രി അങ്ങനെ എഴുന്നേറ്റ് അള്ളാഹുവിനോട് മക്കളെ വിഷയത്തിൽ കേണപേക്ഷിച്ചുകൊണ്ട് നബിയുല്ലാഹി യാക്കൂബ് നബി അലൈഹിസ്സലാം ഒന്ന് പ്രാർത്ഥിച്ചു. എന്റെ മക്കൾക്ക് സംഭവിച്ചത് അപരാധമാണ് റബ്ബേ, നീ അവർക്ക് മാപ്പ് കൊടുക്കണം, അവരെ നീ സ്വീകരിക്കണം, അവരെ നല്ലവരാക്കണം, അവരാ ദുശ്ചെയ്തികളുടെ മേൽ നീ അവരെ പരീക്ഷിക്കരുത്. എന്നോട് അവർ ചെയ്ത് തീർത്തും അന്യായമാണെങ്കിലും ഞാനത് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട്, നീയും പൊറുക്കണേ അല്ലാ എന്ന് ബാപ്പമാര് പറയുമ്പോ, ഉമ്മമാര് ചോദിക്കുമ്പോ, ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു നല്ല മനസ്സിന്റെ ചോദ്യം കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന ഗുണം ഇതുവരെ നമ്മൾ അനുഭവിച്ചതിനേക്കാളും വലുതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായ 25 വർഷങ്ങൾ ഏറ്റവും സന്തോഷമുള്ള വർഷങ്ങളാണ്. കാരണം ഈ 12 മക്കളും അനുസരണശീലമുള്ളവരായി, അള്ളാഹുവിന് തഖ്വ ചെയ്യുന്നവരായി, നല്ല നല്ല മഹാന്മാരായി. അതുകൊണ്ട് വിട്ടുവീഴ്ചയുടെ തലങ്ങൾ വിട്ടേക്കരുത്. കുടുംബക്കാരോട് അന്യോന്യം വിട്ടുവീഴ്ച ചെയ്യണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച വിഷമം ഒരു കുടുംബക്കാരിൽ നിന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മൾ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടിയല്ലേ സഹോദര പോകാതിരിക്കുന്നത്? എന്താ നിന്റെ അമ്മായിനെ കാണാൻ നീ പോകാത്തത്? ബാപ്പയുടെ മങ്ങൾക്ക് ഇവിടെ അമ്മായി എന്ന് പറയില്ലേ? മറ്റണ്ട സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയില്ല. കുഞ്ഞുമ്മ, ആ കുഞ്ഞുമ്മ ആയിക്കോട്ടെ, എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടി ചോദിച്ചാണ് കുഞ്ഞുമ്മ. എന്താ അവരെ കാണാൻ പോകാത്തത്? അതോ ഞാനൊരു അർജന്റിന് എനിക്കൊരു വിസ വന്നിട്ട് ഒരു 2 പവന് വേറൊരാൾക്ക് പണയം ഇസ്ലാമിന്റെ രീതിയിൽ കൊടുത്തിട്ട് കാശ് വാങ്ങാൻ നോക്കിയിട്ട് കുഞ്ഞുമ്മ തന്നില്ല. പിന്നെ ഞാൻ എന്തിനു പോകാൻ അങ്ങോട്ട്? അതാ പ്രശ്നല്ലേ. അത് സാരല്ല, അത് അന്ന് അങ്ങനെ തരാൻ തോന്നിയില്ല. ഇപ്പൊ നീ പോയി ചോദിച്ചോ, ഇപ്പൊ തരും. അന്നെന്തോ ഒരു കാര്യത്തിന് വേണ്ടി എടുത്തു വെച്ചതായിരിക്കും, അങ്ങനെയല്ലേ കരുതിയാ പോലെ. ആ ഒരു കറ മനുഷ്യൻ നമ്മൾ പോകണം. പോകുമ്പോഴേ നമ്മൾ പോവുള്ളൂ. അതിന് നമ്മൾ പോകണം, ഇടപഴകണം. വലിയ സ്ഥാനമുള്ളവരല്ലേ അവരില്ലേ? ഉമ്മാന്റെ സഹോദരിമാര്, ഉപ്പാന്റെ സഹോദരിമാര് വലിയ ബഹുമാനമുള്ളവരല്ലേ? എത്രമാത്രം വലിയ ബന്ധം, എത്രമാത്രം വലിയ ബഹുമാനമാണ്. ബാപ്പാനെ പോലെയും ഉമ്മാനെ പോലെയും സ്നേഹിക്കേണ്ട 2 തലങ്ങളാണ് ആ സഹോദരിമാര്, സഹോദരങ്ങൾ. ചെറിയ ബന്ധം നല്ല അവരുമായിട്ട് ഇസ്ലാം നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ തലങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുന്ന നിസ്സാര പ്രശ്നം കൊണ്ടാണ്. അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഒരു വാക്കോ പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ല. അതുണ്ടായിട്ട് പോലും പുറത്തു കൊടുത്തു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെയാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന സൗന്ദര്യം. അവിടെ നമ്മൾ ഉണരേണ്ടത്, അതാ നമ്മൾ മാറ്റേണ്ടത്. ആൾക്കാർ വിചാരിച്ചു ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കുറെ മഹാന്മാരെ ചരിത്രം പാടിയിട്ട് ഇങ്ങനെ പോകും, നമ്മൾ ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന്. അതാണ് ഏറ്റവും നമ്മൾ പഠിക്കേണ്ടത്. പുറത്തുള്ള കുറെ ആൾക്കാരെ കഥകൾ അടുത്തല്ല നമുക്ക് 4 ദിവസം വിളിക്കണം, 8 ദിവസം വിളിക്കണ്ട. നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയാൽ മതി. നമ്മളെ കുടുംബത്തിന്റെ തലങ്ങളിൽ ആരോടെങ്കിലും വിള്ളലുണ്ടോ? എന്താണ് അതിന്റെ കാരണം? എന്താണ് അതിന്റെ പ്രശ്നം? തീർത്തും ഭൗതിക പ്രശ്നങ്ങളായിരിക്കും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച പ്രശ്നം അങ്ങനല്ല.
എത്ര സങ്കടമുള്ള വിഷയമാണ്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി മുനാഫിഖുകൾ ഉണ്ടാക്കിയ ഒരു അപവാദം, ഒരു നുണപ്രചരണം. ആ നുണപ്രചരണത്തിൽ കുടുങ്ങിപ്പോയി സ്വന്തം ഉമ്മാന്റെ സഹോദരിയുടെ പുത്രനായ മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു തആല അൻഹു. ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ് മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ സഹോദരിയുടെ മകനാണ്. ആ മിസ്തഹ് റളിയല്ലാഹു അൻഹുവും ഉമ്മയും ജീവിക്കുന്നത് സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലാണ്. ചെലവ് കൊടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നുകൂടി മനസ്സിലാക്കണം. അതുകൂടി അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട, സ്വന്തം ചെലവിൽ കഴിയുന്ന കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗം സ്വന്തം മകൾക്ക് നേരെ വന്ന വിഷയത്തിൽ സംബന്ധിച്ചു എന്ന് കേൾക്കുമ്പോ എത്രമാത്രം മനസ്സിൽ വിഷമമുണ്ടാകും. അതും ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണല്ലോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി മുനാഫിഖുകൾ ഉണ്ടാക്കിയ നുണപ്രചരണം, ആ പ്രചരണത്തിൽ കുടുങ്ങി എന്ന് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ ഹദ്ദടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവര് ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ് എന്ന സ്ഥാനത്തിനൊരു കുറവുണ്ടാകൂല. മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് താങ്ങാൻ കഴിയാത്ത വിഷമം വന്നപ്പോ മഹാനവർകൾ മിസ്തഹ് തങ്ങളോടും ഉമ്മാനോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വീട് വിട്ടുപോകണേ, ഇനി നിങ്ങൾക്ക് സംരക്ഷണമില്ല, എന്റെ വക നിങ്ങൾക്ക് ചെലവില്ല. ഇത് ഞാൻ പറയുമ്പോ എന്റെ സഹോദരി സഹോദരങ്ങളോട് പറയട്ടെ, ഭൗതിക താല്പര്യം മാനിച്ചുകൊണ്ടാണോ സിദ്ദീഖ് തങ്ങൾ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്? അല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മതപരമായ ഒരു വിഷയത്തിൽ വല്ലാത്ത ഒരു സങ്കടം വന്നുപോയി. അത് ചെറിയൊരു വിഷയമല്ലല്ലോ. ഖദ്ഫ് എന്ന് പറയുന്ന വിഷയം, വ്യഭിചാര ആരോപണം എന്ന് പറയുന്ന വിഷയം വലിയ ശിക്ഷ ലഭിക്കുന്ന വിഷയമല്ലേ? ആ ശിക്ഷയിൽ കുടുങ്ങിപ്പോയ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെയും ഉമ്മയെയും ഇനിയും പോറ്റിയിട്ട് വീട്ടിൽ നിർത്തണോ? സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുമ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് സഹിക്കാൻ കഴിയുമോ? ആ നിലക്ക് പുറത്താക്കി വിട്ടപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല സിദ്ദീഖ് തങ്ങളെ വിളിച്ച് സംബോധന നടത്തിയ ഒരു ശൈലിയുണ്ട്. റജബിൽ ഒരുങ്ങേണ്ട ഉപ്പമാരോട്, ഉമ്മമാരോട്, കൂട്ടുകാരോട് അതേ ഒരു ഭാഷയാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാം ശരിയായ രൂപത്തിൽ മനസ്സിൽ രൂപം പിടിച്ചിട്ടുണ്ടോ? നമ്മൾ യഥാർത്ഥ ഇസ്ലാമിനെ പുൽകിയവരാണോ? അല്ലാഹു തആല ചോദിച്ചൊരു ചോദ്യമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചോദ്യം കേട്ടിട്ട് ഉടനെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമുക്കങ്ങനെ മറുപടി പറയാനൊക്കണം. അല്ലാഹു ചോദിക്കുന്നു സിദ്ദീഖ് തങ്ങളോട്, അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. ഓ സിദ്ദീഖ് തങ്ങളെ, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നത് ഇഷ്ടപ്പെടുന്നില്ലയോ? ആരാണത് ഇഷ്ടപ്പെടാത്തത്? അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ആഗ്രഹിക്കാത്തവരാരാണ്? അത് സ്വീകരിക്കാതെ ഇഷ്ടപ്പെടാത്ത നടക്കുന്നവരാരാണ്? ഒരു മുസ്ലിം അത് ഇഷ്ടമില്ലെന്ന് പറയുമോ? ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതിക്കൊടുക്കുമ്പോ മിസ്തഹ് റളിയല്ലാഹു അൻഹു മാതാവും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് യാത്രയായിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് തങ്ങൾ പറയുന്നു, നിങ്ങളെ വിഷയത്തിൽ അല്ലാഹു ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ട്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅ അയ്യുതു ലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽഅഫു വൽഅസ്ഫഹു. കൂടുതൽ മഹത്വമുള്ള ആളുകൾ ആരെ പറ്റിയാണ് ഉലുൽ ഫളിൽ എന്ന് പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ്. മഹത്വങ്ങൾ നിറഞ്ഞവർ. ആ മഹത്വം എണ്ണി തീർക്കാൻ കഴിയോ സഹോദരങ്ങളെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം വലിയ മഹത്വം നിറഞ്ഞ ജീവിതമാണെന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. മഹത്വം നിറഞ്ഞു എന്ന് മാത്രമല്ല, വസ്സഅതി, കുടുംബ സാമ്പത്തിക ശാരീരിക വിശാലതയും ഉള്ള വ്യക്തിത്വങ്ങൾ. അവരൊരിക്കലും സത്യം ചെയ്തേക്കരുത്, ഇനി കുടുംബക്കാർക്ക് കൊടുക്കൂല, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള മുഹാജിരീങ്ങൾക്ക് കൊടുക്കൂല, മിസ്കീന്മാർക്ക് കൊടുക്കൂല എന്ന് സത്യം ചെയ്തുകൂടാ. അവർ
വൽഅഫൂ വൽയസ്ഫഹൂ, വിട്ടുവീഴ്ച ചെയ്യണം. വൽയസ്ഫഹൂ, ആ കറ മനസ്സിൽ നിന്ന് അടർത്തി മാറ്റണം, തുടച്ചു നീക്കണം, പടേ മനസ്സിൽ നിന്നത് ഒഴിവാക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ ചോദ്യം കേട്ടപ്പോ സിദ്ദീഖ് തങ്ങൾ ഉടനെ പറഞ്ഞു, ബലാ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അള്ളാഹു എനിക്ക് പൊറുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ആയത്തും കേട്ടവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് യാത്ര പോയ ബഹുമാനപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെയും മാതാവിനെയും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഒരു പകലവരും സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിച്ചിട്ടില്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല. നിമിഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഇടപെട്ടപ്പോ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് മോഹിച്ച്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിൽ മഹബ്ബത്ത് വെച്ച്, ഇനി നിങ്ങളെ ചെലവ് ഞാൻ ഒഴിവാക്കൂല, നിങ്ങൾ എന്റെ വീട് വിട്ടു പോകാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു വരണേ. ആ ഉമ്മാന്റെയും മിസ്തഹ് റളിയല്ലാഹുവിന്റെയും കൈപിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. കഴിയണം നമുക്കതിനെ പുറത്തു കൊടുക്കാനുള്ള കഴിവ് വേണം. അത് ചെറിയൊരു കഴിവൊന്നുമല്ല സഹോദരങ്ങളെ. പറയാനും കേൾക്കാനൊക്കെ എളുപ്പമാണ്, പ്രാക്ടിക്കലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നിലക്കുള്ള സ്വഭാവ രൂപഭാവങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് സത്യത്തിൽ ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മിൽ കുടികൊള്ളുന്നത്. രണ്ടാമത് അല്ലാഹു പറഞ്ഞു, നന്മ കൊണ്ട് കൽപ്പിക്കണം. നന്മ കൊണ്ട് കൽപ്പിക്കാനുള്ള കഴിവാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ, ദമ്പതികൾക്കിടയിലുള്ള വിട്ടുവീഴ്ച അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് പറഞ്ഞാൽ വിശാലമായി പോകും. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയണം, സമയം പരിമിതമാണ്. കുടുംബിനികൾക്കിടയിലുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മൾ മറക്കാൻ പാടില്ല. എപ്പോഴും ആവർത്തിച്ച ഓരോ ദിവസവും ആ ഹദീസ് അങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ മതി. ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ആ ഹദീസ് അങ്ങനെ ഓതിയിട്ട് അർത്ഥം അങ്ങനെ വെക്കുക. ഒരു കുടുംബനാഥനും കുടുംബിനിയെ വെറുക്കരുത്. ഒരു ഇണയും മറ്റൊരു ഇണയെ വെറുക്കരുത്. എന്തെങ്കിലും ഒരു സ്വഭാവം വിരസമായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നിങ്ങളെ മനസ്സിൽ വലിയ തൃപ്തിയുള്ളതായിക്കൊണ്ട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 തായി
ആൾക്കാർക്ക് ഉണ്ടാകൂല. അപ്പൊ കുടുങ്ങിപ്പോകും. ആ തൃപ്തിയുടെ പിന്നിൽ നിന്നിട്ടാണ് നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പൊ എന്ത് മനസ്സിലായി? ഏതൊരാണിനെ പെണ്ണിനെ സ്വീകരിച്ചാലും ഈ തല ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? ഒരു സ്വഭാവം ഒരു പക്ഷേ നമുക്ക് ചെറിയൊരു പോരായ്മ ഉള്ളത്, പക്ഷെ ആ പരിഹരിക്കാൻ അപ്പുറത്ത് ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ നല്ല സ്വഭാവങ്ങളുണ്ട്. എന്താണ് ഒരു സ്വഭാവം നമുക്ക് കുറവുള്ളത്? ചെയ്യുന്ന പണികളൊക്കെ നല്ല വൃത്തിയാണെങ്കിലും സ്പീഡ് കുറച്ച് കുറവാണ്. സൂക്ഷിച്ചിങ്ങനെ ചെയ്യാൻ. പക്ഷെ ഇബാദത്തിൽ നല്ല സൂക്ഷ്മത ഉള്ള പെണ്ണാണ്. നല്ല ഹയാ ഉള്ള പെണ്ണാണ്. നല്ല സ്നേഹം നൽകുന്ന പെണ്ണാണ്. നമുക്ക് വല്ലതും പറ്റിയാൽ സ്നേഹം കൊണ്ട് അപ്പുറത്തിരുന്ന് കണ്ണീർ വാർക്കുന്ന പെണ്ണാണ്. നമ്മൾ മോഹിച്ചത് നമ്മളെ ജീവിതത്തിന്റെയും ശരീരത്തിന്റെയും സുഖത്തിന്റെയും ഒരു മാറ്റർ മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള ഒന്നിനെ കിട്ടിയാൽ ഈ സന്തോഷങ്ങളൊന്നും ഒരുപക്ഷെ അതിൽ നിന്ന് കണ്ടില്ലെന്ന് വരില്ലെന്ന്. നമ്മളെ വികാര വിചാരത്തിന്റെ ശമനങ്ങൾക്ക് വേണ്ടി നല്ല സൗന്ദര്യമുള്ളതിനെ സെലക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരാൻ. അത് ആശിച്ചുകൊണ്ട് ഈ സ്വഭാവങ്ങളുള്ളതിനൊക്കെ നമ്മളങ്ങ് മാറ്റി നിർത്തിയപ്പോ തിരിച്ചു കൊണ്ടുവന്നത് നിന്റെ വികാര ശമനത്തിനൊക്കെ മുന്തിയതാണ്. പക്ഷേ നിസ്കരിക്കാനുള്ള മടിയുണ്ടല്ലോ, നോമ്പ് നോൽക്കാനുള്ള മടിയുണ്ടല്ലോ. ഒന്ന് ഖുർആൻ ഓതിയപ്പോഴേക്ക് നമ്മൾ കരഞ്ഞുപോയി. കാരണം നേരത്തെയുള്ള ഇണ ഖുർആൻ ഓതിയാൽ റഹ്മത്തിന്റെ മലക്കുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. തെറ്റുകൂടാത്ത ഓത്ത, പഠിക്കാൻ പറ്റിയ ഓത്ത, നിസ്കാരത്തിൽ നല്ല തഖ്വയാ, അടുക്കളയിൽ നല്ല വൃത്തിയാ, നിന്റെ
നിന്റെ ശരീരത്തിന്റെ മോഹം മാത്രം ലാക്കാക്കി ഈ തഖ്വയുള്ള ഈമാനുള്ള ഇഖ്ലാസുള്ള പെണ്ണിനെ നീ ഒഴിവാക്കിയപ്പോ റബ്ബ് നിനക്ക് തന്നൊരു പരീക്ഷണം കണ്ടില്ലേ? നിന്റെ ശരീരത്തിന്റെ സുഖത്തിന് അവർ ബെറ്ററാണ്, അതേ സമയത്ത് നീയും അവളും തമ്മിൽ ദീനിലൊക്കൂല, സ്വഭാവത്തിലൊക്കൂല, സംസ്കാരത്തിലൊക്കൂല. നേരത്തെയുള്ള പെണ്ണിനെന്താ കുറവ്? പണിക്ക് കുറച്ച് സ്പീഡ് കുറവായിരുന്നു, എന്നാൽ എല്ലാം നിർവഹിച്ചു തരുന്നുണ്ട്, നിന്റെ വികാര വിചാരങ്ങളൊക്കെ ക്ഷമിക്കുന്നുണ്ട്, മക്കളെയും നല്ലോണം തർബിയത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടു ജോലി എടുക്കുന്നത് കുറച്ച് സാവകാശമേ ചെയ്യൂ. അതൊരു സൂക്ഷ്മത കൊണ്ടും വൃത്തി കൊണ്ടും അങ്ങനെ ചെയ്തു വരികയാണ്. രണ്ടാമതായതിന്റെ പേരിൽ നീ അവനെ ഒഴിവാക്കി, ആ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചു, നിനക്ക് സുഖങ്ങളും മറ്റൊക്കെ കുറവാന്ന് പറഞ്ഞു. നാട്ടുകാരൊക്കെ നിന്നെ എതിർത്തപ്പോഴും നീ അവരെ ഭാഷയൊന്നും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് നീ നോക്കി തേടി പിടിച്ചു കൊണ്ടുവന്നതോ നിസ്കാരം, അതിന് ശീലമില്ല. ഒന്ന് പറഞ്ഞാലോ, നിങ്ങളെ ഖബറിലേക്ക് നിങ്ങളാണ്, എന്റെ ഖബറിലേക്ക് ഞാനാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്യൂട്ടിയൊക്കെ ഞാൻ നിർവഹിച്ചു തരുന്നില്ലേ, നിങ്ങൾ അത് നോക്കിയാൽ മതി. അപ്പൊ ഇയാള് പതുക്കെ പറയാൻ തുടങ്ങി കൂട്ടുകാരോട്, സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ദീനു ഹുലുക്കും നോക്കുമ്പോ നല്ലത് മറ്റേ തന്നെയൊന്നും അല്ല, വലിയ പരീക്ഷണം, അതൊന്നും ചെറിയ പരീക്ഷണമൊന്നുമല്ല. ഞാനിത് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ വരക്കുന്നതാണ്, ചിത്രങ്ങൾ വരക്കുന്നുണ്ടാണ്, വരച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട്. ഒരു വിട്ടുവീഴ്ചക്ക് നമ്മൾ ഒന്ന് ഒതുങ്ങി നിൽക്കാത്തത് കൊണ്ട് അള്ളാഹു തന്നൊരു പരീക്ഷണമാണ്. എത്ര ആളുകൾ അങ്ങനെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം ശ്രദ്ധേയമാകുന്നത്. ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. നല്ല ചൂടുള്ള പ്രകൃതമായിരുന്നില്ലേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രകൃതം. പക്ഷെ തങ്ങളെ തണുപ്പിച്ചിരുന്നു. തണുപ്പിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. ആർക്ക് വേണം? ഇണകളായ ആണുങ്ങൾക്ക് വേണം. ആണും പെണ്ണും ഒരുപോലെ പെണ്ണ് അവിടുന്ന് കുറച്ച് ഹീറ്റ് ആയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ആണെന്ന് ഇങ്ങനെ തണുത്തിക്കണം. അപ്പൊ നമ്മളെ കൂട്ടത്തിലെ ആൾക്കാർ ചിന്തിക്കണം, ഉസ്താദേ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒന്നിനും പറ്റാത്ത ആളായില്ലേ, നീ അവിടെ അങ്ങോട്ട് ചാടി നോട്ടിക്കുന്നിട്ട് നിന്നെന്തിനെ വിറ്റ്, നീ അവിടെ അരച്ച് ചാടിയിട്ട് ബദറും ഉഹദും ഹുനൈനും ഖന്തഖൊക്കെ ഒപ്പം ഉണ്ടാക്കി, എന്തിനെ പറ്റുക? നീ നല്ല ക്ഷമയോടെ കേട്ടിട്ട് ആ ചൂടുള്ള രംഗം തണുപ്പിക്കുമ്പോഴാണ് നിന്റെ കഴിവ് അവിടെ ബോധ്യമാകുന്നത്. വല്ലാത്ത ഒരു കഴിവായിട്ട് അവർ സമ്മതിക്കുന്ന കഴിവാണത്. അതുകൊണ്ടല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ എത്ര ചൂട് പിടിച്ച വർത്തമാനം പറഞ്ഞാലും തണുപ്പിച്ചിരുന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സമ്മതിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അംഗീകരിക്കേണ്ട സ്വഭാവമാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ആയത്ത് ഓതിയിട്ട് മഹദി ഇടക്കിടക്ക് ഇങ്ങനെ പറയും. ആ ആയത്തിന്റെ തഫ്സീർ എനിക്ക് ഓർമ്മയുള്ളൊരു സംഭവമുണ്ട്. എന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ റൂമിൽ കഴിയുമ്പോ, എന്റെ മുറിയിൽ കഴിയുമ്പോ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് അടിമയുടെ കയ്യിൽ എന്റെ വീട്ടിലേക്ക് പലഹാരം കൊണ്ടുവന്നു. ആ പലഹാരം എന്റെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു അടിമയോട്, ഇതെവിടുന്നാണ്, ആർക്കാണ്? അടിമ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തന്നതാണ്, സഫിയ ബീവിന്റെ വീട്ടിൽ നിന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഭാര്യയാണ്, വേറൊരു പത്നിയാണ്, നമ്മളൊരു ഉമ്മയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മ. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റ തട്ട് കൈ കൊണ്ടൊരു തട്ട് കൊടുത്തു. ആ അടിമയുടെ കൈക്ക് പാത്രം നിലത്ത് വീണ് ഉടഞ്ഞു പൊട്ടിപ്പോയി. പലഹാരങ്ങളൊക്കെ ചിന്നി ചിതറിപ്പോയി. അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ അയലക്കത്തെ വീട്ടിൽ നിന്ന് നല്ല ഒരു പായസം കൊണ്ടുവന്ന് നമ്മൾ അകാരണമായിട്ട് ബുദ്ധിപൂർവ്വമല്ല ബോധപൂർവമല്ല ശ്രദ്ധിക്കാതെ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോയപ്പോ അത് ചിന്നി ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും അവിടുത്തെ അവസ്ഥ. അല്ലാഹു അല്ലാ, അത് മൈക്കിലൂടെ പറയാൻ പറ്റൂല. മൈക്കിലൂടെ പറഞ്ഞാൽ പിന്നെ ആൾക്കാർ ഓൺലൈൻ ഓഫാക്കി പോകും. അത്രയും സങ്കീർണമായിരിക്കും അവിടെ. ഒരു വിസ്ഫോടനല്ലേ അവിടെ സൃഷ്ടിക്കുക. ഈ പാത്രം വീണതും മറ്റൊക്കെ അയൽപക്കക്കാരും അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ള അടുക്കളയിലുള്ളവരൊക്കെ എങ്ങനെ അറിഞ്ഞെന്നറിയോ? നമ്മളെ ശബ്ദകോശം കൊണ്ട്
നമ്മള് സ്ട്രോങ് കൊണ്ട് അറിഞ്ഞത് ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് തുടച്ച് വൃത്തിയാക്കി ആരും അറിയാത്ത രൂപത്തിൽ പരിഹരിക്കായിരുന്നു. നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ അടുക്കളയിൽ നിന്ന് ഉമ്മ ഓടി വന്നു. എന്താ മോനെ എന്താ പ്രശ്നം? അങ്ങനെ സംഭവിച്ചു. അത് അപ്പുറത്തെ അയൽക്കാർ എന്താ ഇവിടെ നിന്ന് ഒച്ച കേട്ടത്? എല്ലാവരും എന്തേ ഒരു ഗ്ലാസ് പായസം പോയതാ. അതും അറിയാതെ ഒരാൾ ഓടി വന്നപ്പോ പെട്ടെന്ന് തട്ടിയിട്ട് താഴെ വീണ് പോയതാ. നമ്മളെ റേഞ്ച് മാറിപ്പോയി. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അറിയാതല്ല അറിഞ്ഞിട്ട് തട്ടൻ കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് നോക്കുമ്പോ തങ്ങൾ പുഞ്ചിരിക്കുന്നു. ചിരിക്കാൻ കഴിയോ നമുക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പേടിച്ച് നിൽക്കുന്ന പരിഭ്രമിച്ച് നിൽക്കുന്ന അടിമയോട് പറയുന്നു, ഖാദിമിനോട് പറയുന്നു, പലഹാരം കൊണ്ടുവന്ന ആ വ്യക്തിയോട് പറയുന്നു, നിങ്ങളെ ഉമ്മാക്ക് അല്പം ചൂട് കയറിയതാണ്, വിഷമിക്കണ്ട. ആയിഷ ബീവിക്കൊന്ന് കലി കൂടിയതാണ്, നിങ്ങൾ വിഷമിക്കണ്ട, സാരമില്ല. ആരാ തണുപ്പിക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കരം കൊണ്ട് അവിടെ വീണുപോയ പൊടിഞ്ഞുപോയ പാത്രത്തിന്റെ പൊടികളൊക്കെ കയ്യിലേക്ക് എടുത്ത് ഭക്ഷ്യയോഗ്യമല്ലാത്ത രീതിയിലായി തീർന്ന പലഹാരങ്ങളും പെറുക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിക്കുമ്പോ തങ്ങൾ വിളിക്കുന്നു, ആയിഷൂ. എന്തൊരു സ്നേഹത്തോടെയാ വിളിക്കുന്നത്, ആയിഷൂ. പലഹാരം നമുക്കുള്ളതാണ്, ആ കൊണ്ടുവന്ന പാത്രം വായ്പയാണ്, പുതിയൊരു പാത്രം എടുത്തു കൊടുക്കൂ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വല്ലാത്ത ഒരു സ്വഭാവമാണ് ഞാൻ കണ്ടത്. നമുക്കൊക്കെ റേഞ്ച് അങ്ങോട്ട് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുന്ന ഒരു നേരം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തണുത്ത രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചൂടൊക്കെ മാറിപ്പോയി. അല്ലെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ദേഷ്യം എന്റെ ചൂടൊക്കെ മാറിപ്പോയി. ആ വിളി കേട്ടപ്പോഴേക്കന്നെ ഞാൻ ഉള്ളിൽ പോയി ഒരു പാത്രം എടുത്തുകൊണ്ടൊന്ന് ആ അടിമന്റെ കയ്യിൽ കൊടുത്തു പോകാൻ പറഞ്ഞു. പിന്നെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു മറുപടിയോ അല്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ സംസാരങ്ങളോ ഒന്നുമില്ല. നമ്മളെ പുരയിലാണെങ്കിൽ അതങ്ങനെ ഓർമ്മയിലായിട്ട് എത്ര ദിവസം നിൽക്കും? ഒരാഴ്ച നിൽക്കും. അപ്പൊ നമ്മളെ പുരയിലുള്ള ഉമ്മ പറയും, പലഹാരം അവിടുന്ന് കൊണ്ടുവരണ്ടില്ലേന്ന്, കൊണ്ടുവന്നാണ് ഞാൻ മടക്കണ്ടില്ലേന്ന്, സ്വയിപ്പായി പോയല്ലോ. ഇതിങ്ങനെ പറഞ്ഞ് മറക്കണില്ലല്ലോ പഠിച്ചോനെ, പ്രായം എത്ര ആയിട്ടും മറതില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനല്ലേ നമ്മളെ ആൾക്കാർക്ക് മറതില്ലാത്ത സംഗതി ഏതാ? യാസീനും അൽക്കഫും തബാറക്കൊക്കെ മറന്നാലും മറക്കാത്ത ഏതാ? പണ്ടെന്നോ പറഞ്ഞൊരു വാക്കില്ലേ, ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡേറ്റ് അടക്കം പറഞ്ഞു, 985 മാർച്ച് 2-ാം തീയതി എന്നൊക്കെ പറഞ്ഞു. വളരെ കറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും അയാൾക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. അപ്പൊ നമ്മളെ ഒരിക്കലും ഒരാൾ മരിച്ചപ്പോ അയാൾ എടുത്തുനിന്ന് യാസീൻ ഓതി വെക്കുമ്പോ ഫസ്റ്റ് മുബീൻ തന്നെ എങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായി ഓർമ്മശക്തി ഒന്നുമില്ല. പിന്നെ മറ്റേതെങ്ങനെ ഓർമ്മ ഉണ്ടായത്? അതങ്ങനെയാണ്. അത് മാത്രം ശിലകളിലാണെങ്കിൽ അത് മറക്കൂലല്ലോ. അത് മറക്കാൻ കഴിയണ്ടേ? അതുകൊണ്ടാണ് ഖുർആൻ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് രണ്ടും ഒന്നല്ല. വിട്ടുവീഴ്ച, പുറത്തു കൊടുക്കുക, നിങ്ങൾ വാക്കാൽ പൊറുക്കുക. മനസ്സ് തേച്ചു മാച്ചു വിടണം. അപ്പൊ അവിടെ ഒരു വിട്ടുവീഴ്ച കഴിയണം. എന്തൊരു വിട്ടുവീഴ്ചയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ പോയി. അതാ തങ്ങള് നല്ല തേന് കുടിച്ച്, ശുദ്ധമായ തേന് കുടിച്ച് തങ്ങൾ ഇങ്ങനെ വരുമ്പോ കുറച്ച് നേരം വൈകി. പകലാണ്, നേരം വൈകിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തേണ്ട വീട്ടിലേക്ക് എത്തിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മറ്റൊരു ഭാര്യയും കൂടി ഈ സംഗതി അറിഞ്ഞിട്ട് തങ്ങളോട് അവർ ചോദ്യം ചോദിക്കുന്നു, നബിയെ, അക്കൽതൽ മഗാഫീർ, ദുർഗന്ധം വമിക്കുന്ന ഒരു പാനീയമുണ്ട്, ഒരു ചെടിയിൽ നിന്ന് വരുന്ന പാനീയം. പലരും അത് കഴിക്കാറുണ്ട്, തങ്ങൾ അത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാനത് കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് അവിടെ നിന്ന് കുറച്ച് തേന് തന്നു, ആ തേനാണ് ഞാൻ കഴിച്ചത്. വേറെന്തൊരു വാസന. ഇവര് തമ്മിലുണ്ടാക്കിയൊരു കുശുമ്പാണ്, ഒരു കുറുമ്പിന്റെ വർത്താനാണ്. അത് 1-2-ലധികം ഭാര്യമാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കുറുമ്പിന്റെ വർത്താനം വരും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ അങ്ങനെ കുടിച്ചോണ്ട് നിങ്ങൾ വാസനിക്കുന്നുണ്ടോ? ഇനി ഞാൻ തേനും കുടിക്കാൻ
പോകുന്നില്ല. ഞാൻ അത് നിർത്താണ്. അല്ലാഹു തആല ചോദിച്ചില്ലേ മുത്തുനബി തങ്ങളോട്, ഓ നബിയേ ലിമ തുഹർരിമു മാ ഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക അല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹ് അനുവദിച്ച തങ്ങൾ എന്തിനാ നബി ഹറാമാക്കുന്നത്? തേന് തങ്ങൾക്ക് അനുവദിച്ചതല്ലേ, എന്തിനാ തങ്ങളത് വേണ്ടാന്ന് വെക്കുന്നത്? തബ്തഗി മർളാത അസ്വാജിക, തങ്ങളെ സഹധർമ്മിണികളുടെ പൊരുത്തം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ അത് കുടിക്കണ്ടെന്ന് എന്തിനാ തങ്ങൾ വെക്കുന്നത്? അത് വേണ്ട, തങ്ങളത് കഴിച്ചോളൂ. അവരാ പറഞ്ഞതിന്റെ താല്പര്യമൊന്നും അതല്ല നബിയെ, അത് വേറെയാണ്. അല്ലാഹു തആല വെളിവാക്കി കൊടുക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇനി അത് ഇഷ്ടല്ലേ, ഞാൻ ഇത് വേണ്ടാന്ന് വെക്കാം, ഓൽക്കൊരു ഇഷ്ടക്കേട് വേണ്ട എന്ന നിലക്ക് തങ്ങൾ തീരുമാനമെടുക്കുമ്പോ എത്രമാത്രം അഫ്വാണ് തങ്ങളിൽ നിന്ന് വരുന്നത്, വിട്ടുവീഴ്ചയാണ് തങ്ങളിൽ നിന്ന് വരുന്നത്. അതാണ് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞ മാർഗം. അതിന് നല്ല സബർ വേണം. നീയും നിന്റെ ബാപ്പയും നിന്റെ സഹധർമ്മിണിയും നിന്റെ കൂട്ടുകാരനും നിന്റെ അയൽവക്കക്കാരനും നിന്നോടൊപ്പം പഠിച്ചിരുന്ന സഹപാഠിയും തമ്മിൽ സ്വീകരിക്കണം. നല്ല ഭാഷയിൽ പ്രതികരിക്കണം, നന്മ കൊണ്ട് പ്രതികരിക്കണം. നിനക്കും മറ്റൊരാൾ ഇടയിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ആ എതിർപ്പുള്ള മനുഷ്യൻ കഅന്നഹു വലിയുൻ ഹമീം, നിന്റെ ആത്മമിത്രത്തെ പോലെയായി മാറും, നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായി തീരും. നീ നന്മ കൊണ്ട് പ്രതികരിച്ചാൽ മതി, അവന് വിഷമങ്ങളൊന്നും ഉണ്ടാകൂല, അവൻ മാറി ചിന്തിക്കും. ശരിയായ നിനക്ക് അവന്റെ മനസ്സ് മാറിപ്പോകും. നിങ്ങൾ കേട്ടിട്ടില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശത്രുക്കളോടും വലിയ മയനിലപാട് സ്വീകരിച്ച നേതാവാണ്. തങ്ങൾ ഒരു ഭാഗത്തുകൂടെ പോകുന്ന വഴിയിൽ എന്നും നടക്കാൻ കഴിയാത്ത രൂപത്തിൽ മുൾച്ചെടികളും മുൾവലകളും കൊണ്ടുവന്നിട്ടിരുന്ന ഒരയൽവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കുണ്ടായിരുന്നു. യഹൂദിയായ അയൽവാസിയാണ്, ശല്യം ചെയ്തിരുന്ന അയൽവാസിയാണ്. എന്നും വേസ്റ്റ് സാധനങ്ങളും അതുപോലെ തന്നെ മുൾവസ്തുക്കളും കൊണ്ടുവന്ന് തങ്ങൾ നടക്കുന്ന നടപ്പാതയിൽ വിതറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുമുറ്റത്ത് പോകുന്ന വഴിയിലാണ് കൊണ്ടുവന്നിരുന്നത്. ഒന്നും തങ്ങൾ പ്രതികരിക്കാറില്ല. എല്ലാ ദിവസവും അതെടുത്തു മാറ്റും. എന്നിട്ട് തങ്ങൾ സുഗമമായി പോകും. ചില റിപ്പോർട്ടുകളിൽ കാണാം, മുൾ വിതറുമ്പോ മുള്ളിന്റെ മുകളിലൂടെ ശരിയായ നിലക്കുള്ള പുൽമേടുകളിലൂടെ നടന്നു പോകുന്നത് പോലെ തങ്ങൾ നടന്നു പോകാറുണ്ട്. തങ്ങളെ കാലിലേക്ക് അത് ഏശാറില്ല. മലിന വസ്തുക്കൾ തങ്ങൾ നീക്കം ചെയ്തിട്ട് ആ പാത വൃത്തിയാക്കിയിട്ട് തങ്ങൾ അങ്ങ് പോകും. ഇതാരാണ് കൊണ്ടുവന്നിട്ടത് എന്ന് തങ്ങൾക്കറിയാം. പക്ഷേ തങ്ങളൊന്നും മറുപടി പറയാറില്ല. ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് നീങ്ങലാ. സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നജസായ വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിടും. നമ്മളെ വീട് താഴത്തും അയൽക്കാരന്റെ വീട് മേലെയാണെങ്കിൽ ഇയാളെ വീട്ടിന്റെ ഓടിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വാർപ്പിന്റെ മുകളിൽ നിന്നോ മഴവെള്ളം നമ്മളെ വീട്ടിന്റെ മുറ്റത്തേക്ക്, അല്ലെങ്കിൽ നമ്മളെ വീട് താഴെയാണ് വീട്ടിന്റെ മുറ്റത്തേക്ക് അതങ്ങനെ ഒഴുക്കി കൊടുത്താൽ മതി, ചാല് കീറി കൊടുത്താൽ മതി. അങ്ങനെ അങ്ങോട്ട് ഒഴുകിയാൽ നമ്മൾ വന്നിട്ട് പറയും, ആ നിന്റെ വീട്ടിന്റെ മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം ഇങ്ങോട്ട് വീഴുന്നുണ്ട്, നജസല്ലട്ടോ, അതുകൊണ്ട് മഴവെള്ളം മേലാൽ ഇങ്ങോട്ട് വീഴാൻ പാടില്ല. ഞാൻ നീ ഒരു കാര്യം ചെയ്ത് പടച്ചോനോട് തോന്നുന്നു, ഇനി മഴ ഇങ്ങോട്ട് പെയ്യണ്ടാന്ന്. എന്താ പറയാ, നമ്മളെ അയൽക്കാരനോട് നമ്മൾ പറയാം, അവിടെ പെയ്യുന്ന മഴവെള്ളം ഇങ്ങോട്ട് വീഴാൻ പാടില്ല. മഴവെള്ളം വീഴുമ്പോഴേക്കും നമ്മൾ രണ്ട് പക്ഷത്തായി. സുബ്ഹാനല്ലാഹ്, ഇവിടെ റോഡിന്റെ മുന്നിലൂടെ കൊണ്ടുവന്നിരുന്ന അയൽവാസി കൊണ്ടുവന്നിരുന്നത് നടക്കാൻ കഴിയാത്ത രീതിയിൽ മലിന വസ്തുക്കളാണ്, വേസ്റ്റുകളാണ്. ഞങ്ങൾ അതൊക്കെ നീക്കാൻ. ഒരു ദിവസം ആ അയൽവാസിയെ കാണാതെയായപ്പോ, യഹൂദിയായ അയൽവാസി, ശല്യം ചെയ്യുന്ന അയൽവാസിയെ കാണാതെയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നമ്മൾ അയൽവാസിക്ക് വല്ല രോഗവും വന്നിട്ടുണ്ടോ? അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ, ഒന്ന് പോയി നോക്കട്ടെ. നമ്മളെന്താ പറയാ, അയാളെ ശല്യം തീർന്നു തോന്നുന്നുണ്ടല്ലേ. പിന്നെന്താ പറയാ, ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറക്കാം. എങ്ങനെ അറിയാം?
എങ്ങനെ ചിന്തിച്ചു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് അയാൾക്ക് വല്ല അസുഖം വന്നിട്ടുണ്ടോ, പുറത്തൊന്നും കാണുന്നില്ലല്ലോ ആളെ, ഒന്ന് വീട്ടിലേക്ക് പോയി നോക്കട്ടെ. വീട്ടിലേക്ക് തങ്ങൾ കയറി നോക്കുമ്പോ അവിടെ ആൾ അസുഖമായി കിടക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. സാരല്ല, സുഖായിക്കോളും എന്നൊക്കെ പറഞ്ഞു. തങ്ങൾ നല്ല സന്തോഷത്തോടുകൂടെ പെരുമാറിയിട്ട് രോഗം കണ്ട് തിരിച്ചു വന്നു. ആരെ ശല്യം ചെയ്യുന്ന, എന്നും പോകുന്ന വഴിയിൽ തടസ്സത്തിന് വേണ്ടിയിട്ട് വേസ്റ്റുകളും മുള്ളൊക്കെ കൊണ്ടുവന്നിടുന്ന യഹൂദിയായ അയൽവാസി. ആ അയൽവാസിയെ രോഗം കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി തിരിച്ചു വന്നപ്പോ പിന്നെ പോയി കാണുന്ന ആള് അയൽവാസിയുടെ പരിഭ്രമാവസ്ഥ കാണുന്നു. അയൽവാസി പറയുന്നു, ഞാൻ ഇത്രയും തടസ്സം ചെയ്തിട്ടും ഒരിക്കൽ പോലും എന്നോട് പ്രതികരിക്കാതെ രോഗിയായി ഞാൻ ഇവിടെ കിടക്കുമ്പോ എന്നെ വന്ന് കണ്ട ആ മഹാമനുഷ്യനില്ലേ, റസൂല് തന്നെയാണ്, സത്യപ്രവാചകനാണ്. പലരും എന്നോട് പറഞ്ഞിട്ട് ഞാൻ അതിൽ വിശ്വസിച്ചിട്ടാണ് വഴിതടസ്സം വരുത്തിയതും. ഇന്ന് വരെ എന്നോടൊരു മറുപടി വാക്ക് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, രോഗഗ്രസ്തനായി കിടക്കുന്ന എന്നെ വന്ന് കണ്ടില്ലേ. എന്തൊരു മാന്യതയാണ്, എന്തൊരു ബഹുമാനമാണ്, എന്തൊരു സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിന്റെ ഇടപാട് ആ മനുഷ്യന്റെ മനസ്സിൽ ആയി നിറങ്ങിയപ്പോൾ വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, മനുഷ്യരുമായുള്ള ഇടപാടുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കൽപ്പന അങ്ങനെയാണ്, നിന്റെ എതിരാളിയോടും നീ പറയുന്ന വാക്ക് നന്നാകണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, അപ്പുറത്തുള്ള അയൽവാസിനിയായ സഹോദരി മനസ്സ് വേദനിപ്പിക്കുന്ന ഭാഷകൾ പറയുന്നുണ്ടോ, അതേ ഭാഷയിൽ പ്രതികരിക്കല്ല. നിങ്ങൾ ഇസ്ലാമിന്റെ സൗന്ദര്യം അവിടെ കാത്തു സൂക്ഷിച്ച് ആ സഹോദരിയെ നന്നാക്കണേ. ക്ഷമയോടെ സഹിച്ചു നിന്ന് ആ സഹോദരിയോട് നല്ല പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കുമ്പോ ഒരു ചെറിയ ഈമാനിന്റെ കണിക ബാക്കിയുണ്ടെങ്കിൽ, മാനുഷികമായ മൂല്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും അള്ള കൊടുത്ത ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു പോകും, ഞാൻ എത്രയാ ആ പെണ്ണിനെ പറഞ്ഞത്, ഞാൻ എത്രയാ ചീത്ത വിളിച്ചത്, ഞാൻ എന്തെല്ലാം അക്രമങ്ങളാ ചെയ്തത്, ഞാൻ എന്തെല്ലാം ഉപദ്രവങ്ങളാ ചെയ്തത്, ഇന്ന് വരെ എന്നോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്റെ ഭർത്താവിനോട് പരാതിപ്പെട്ടിട്ടില്ലല്ലോ, എന്റെ മക്കളോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയപ്പോ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തത് ആ പെണ്ണാണ്, സ്കൂളിലേക്ക് പറഞ്ഞയച്ചത് ആ സഹോദരിയാണ്, സ്വന്തം മക്കളെ പോലെ എന്റെ കുട്ടികളെ കിടത്തുറക്കിയത് ആ പെണ്ണാണ്. അല്ലാ അല്ലാ, ഇനി ആ പെണ്ണിനോട് എതിർക്കാൻ ഞാനില്ല. ആ പെണ്ണിനോട് സ്നേഹത്തോടെ പെരുമാറാൻ മാത്രമേ ഞാനുള്ളൂ. പിന്നെ ഈ സഹോദരി ആ വീട്ടിലേക്ക് പോകുമ്പോ നേരത്തെയുള്ള ഭാഷ മാറി, സംസ്കാരം മാറി, ദുസ്വഭാവം മാറി. എന്തേ മാറാനുള്ള കാരണം? അപ്പുറത്തുള്ള പെണ്ണിന്റെ സ്നേഹമസൃണമായ പെരുമാറ്റം കൊണ്ട് ഈ സഹോദരിയുടെ കട്ടിയും കനവും ഒരു മനുഷ്യന് നിരക്കാത്ത ദുസ്വഭാവങ്ങൾ മുഴുവനും ചേഞ്ച് വന്നു പോയി. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവാ കഅന്നഹു വലിയ്യുൻ ഹമീം. നിനക്കും മറ്റൊരാൾക്കും ഇടയിൽ എത്ര കഠിന എതിർപ്പുണ്ടോ, നല്ല പ്രതികരണം കൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട് അവനെ നിന്റെ ആത്മമിത്രമാക്കാം. തൊട്ടു താഴെ അല്ലാഹു പറയുന്നു, വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അദീം. നല്ല ക്ഷമ
പാലിക്കുന്നവർക്കല്ലാതെ അതിന് സാധിക്കൂല. വലിയ ഭാഗ്യവാന്മാർക്കല്ലാതെ അതിന് സാധിക്കൂല. ആ വലിയ ഭാഗ്യവും ആ വലിയ ക്ഷമയും നമ്മുടെ ജീവിതത്തിൽ വന്നു കിട്ടലാണ് വിശുദ്ധ ഇസ്ലാം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നാം ദർശിപ്പിക്കേണ്ടത്, മറ്റുള്ളവർക്ക് നാം പകർത്തി കൊടുക്കേണ്ടത്. ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല ഇസ്ലാമിന്റെ മുദ്ര, അതിനേക്കാളും വലിയ മുദ്ര മാന്യമായ മനുഷ്യത്വപരമായ പെരുമാറ്റമാണ്. അതാണ് ഏറ്റവും വലുത്. നമ്മുടെ ഇബാദത്തുകളിലേക്കൊന്നുമല്ല, പ്രധാനമായും കാതലായും ആളുകളുടെ നോട്ടം നമ്മുടെ സ്വഭാവത്തിലേക്കും നമ്മുടെ പെരുമാറ്റത്തിലേക്കും നമ്മുടെ സഹവർത്തത്തിലേക്കും നമ്മുടെ പാരസ്പര്യത്തിലേക്കും അവിടെയാണ് ആളുകളുടെ നോട്ടം. മനുഷ്യരൊക്കെ നോക്കുന്നത്, അവരൊക്കെ ആഗ്രഹിക്കുന്നത്, അവരൊക്കെ ആവശ്യപ്പെടുന്നത് ആ ഒരു വിഷയമാണ്. എത്ര എതിർപ്പുള്ള എതിരാളികൾ വന്നാലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രതികരണം അങ്ങനെയാണ്. നിങ്ങൾ കേട്ടില്ലേ, ഒരു യഹൂദിയായ പണ്ഡിതൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കടം വാങ്ങിയിരുന്ന ഒരു യഹൂദിയായ പണ്ഡിതനുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നു. എന്തിനാ വന്നത്? തങ്ങളെ ഒന്ന് രണ്ട് വിഷയങ്ങൾ ജീവിതത്തിൽ പരിശോധിച്ചറിയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ തങ്ങളെ വീട്ടിൽ വന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പണം തരാനുണ്ടല്ലോ, അത് തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പണം തരാനുണ്ട്, ശരിയാണ്, പക്ഷെ അതിന് അവധി ആയിട്ടില്ലല്ലോ. ഞാൻ നിശ്ചയിച്ചൊരു അവധി ഉണ്ടല്ലോ, ആ അവധിക്ക് ഞാൻ തരും. അതുപോരാ, എനിക്ക് കിട്ടാനുള്ള പണം ഇപ്പോൾ തന്നെ കിട്ടണം. അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്ന് ആ മനുഷ്യൻ പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ റഅയ്ത തബിഅനി തംറൻ മഅലൂമൻ മിൻ ഹായിതി ബലി ഫുലാനിൻ ഇലാ അജലി കദാ വകദാ, നിങ്ങൾ അഭിപ്രായപ്പെട്ടാൽ, നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ, ഇന്ന മനുഷ്യന്റെ ഒരാളെ പറഞ്ഞു, അയാളെ ഗോത്രത്തിൽ നിന്ന്, തോട്ടത്തിലെ ഗോത്രത്തിൽ നിന്ന് അവധിക്ക് വേണ്ടി എനിക്ക് കാരക്ക വിൽക്കാൻ വേണ്ടി പറയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ പറയുകയില്ല. നിങ്ങൾക്ക് ഞാൻ കാരക്ക വിൽക്കാം, അറിയപ്പെട്ട രീതിയിൽ കാരക്ക നിങ്ങൾക്ക് ഞാൻ തരാം, നിശ്ചിത അവധി വരെ തരാം. പക്ഷേ തോട്ടം ഏത് തോട്ടത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയൂല. ആ തോട്ടത്തിൽ നിന്നുള്ള കാരക്ക തന്നെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്നെ കൊണ്ടതിന് സാധിക്കൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അവധി നിശ്ചയിച്ച് ഞാൻ അങ്ങോട്ട് കുറെ കാരക്കകൾ തരാം. ആ അവധിയാകുന്ന സമയത്ത് നിങ്ങൾ കാരക്ക എനിക്ക് കൊണ്ടു തന്നാൽ മതി. എന്നിട്ടിത് പറഞ്ഞിട്ട് സമ്മതിക്കാതിരുന്നപ്പോ അദ്ദേഹം ഇങ്ങനെ ശബ്ദിക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശബ്ദം ഉറക്കെയാക്കി സംസാരിക്കുന്ന ഈ മനുഷ്യന്റെ അടുത്ത് വന്നിട്ട്, എന്താണ് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ശബ്ദിക്കുന്നത്? നിങ്ങൾ ശബ്ദിക്കുന്ന സംസാരം ഞാൻ കേട്ടല്ലോ. തങ്ങൾ പറയുന്നത് അംഗീകരിച്ചു കൊടുത്താൽ പോരെ നിങ്ങൾക്ക് എന്ന രീതിയിൽ എതിർത്തുകൊണ്ട് ആ മനുഷ്യനോട് സംസാരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, നിങ്ങൾ ഇതിനിടയിൽ വീണ്ടും തർക്കം കൂട്ടരുത്. കഴിയുമെങ്കിൽ ആ മനുഷ്യന് കൊടുക്കാനുള്ള ബാധ്യതയില്ലേ, ആ ബാധ്യത നിങ്ങൾ വീട്ടിൽ കൊടുക്കണം. കൂടുതലായി ഒരു 20 സ്വാഴും കൂടി നിങ്ങൾ ഏറെ കൊടുക്കണം. നിങ്ങൾ ആ മനുഷ്യന് വിഷമകരമാകുന്ന ചില വാക്കുകൾ നിങ്ങൾ പറഞ്ഞു, അതിന് ആ മനുഷ്യന് നിങ്ങൾ ഏറെ കൊടുക്കണം. ഒരു 20 സ്വാഴക്കാരൊക്കെ നിങ്ങൾ ഏറെ കൊടുക്കണം. ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതും അതിലേറെ നിങ്ങൾ 20 സ്വാവും കൊടുക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതെല്ലാം ഒരുമിച്ച് കൂട്ടി ആ മനുഷ്യന്റെ സവിധത്തിൽ കൊണ്ടുപോയപ്പോ ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, ഉമറേ, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? ഞാൻ സെയ്ദ് ഇബ്നു സഅനയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യഹൂദികളിലെ പണ്ഡിതനായ സെയ്ദ് ഇബ്നു സഅനയാണോ? അതെ, സെയ്ദ് ഇബ്നു സഅനയാണ് ഞാൻ. പിന്നെന്തിനാ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ സംസാരിച്ചത്? തങ്ങളിൽ നിന്ന് 2 അടയാളങ്ങൾ എനിക്ക് ഒന്ന് നോക്കിക്കാണാനാണ്. എന്താ 2 അടയാളം? എത്രത്തോളം നബി തങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കിയാലും
തങ്ങളുടെ ദേഷ്യത്തിനേക്കാളും കൂടുതൽ മുന്നോട്ട് വരുന്നത് സഹനമാണ്. എത്ര വലിയ വിവരക്കേട് തങ്ങളോട് പറഞ്ഞാലും സഹനമല്ലാതെ തങ്ങളിൽ നിന്ന് അധികം വരൂല. ഇത് രണ്ടും ഈ സ്വഭാവത്തിലൂടെ ഞാൻ നോക്കിക്കണ്ടു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഉറച്ച് വിശ്വസിച്ച് തീരുമാനിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഗൗരവത്തിൽ സംസാരിച്ചതാണ്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഞാൻ അങ്ങനെ സംസാരിച്ചത് പല അടയാളങ്ങളും തൗറയിൽ നിന്ന് ഇഞ്ചീലിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ തങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ 2 എണ്ണം കാണാൻ ബാക്കിയുണ്ടായിരുന്നു. അത് ഈ 2 എണ്ണമാണ്. അതിനാണ് കുറച്ച് പരുപരുത്ത ശൈലിയിൽ ഞാൻ സംസാരിച്ചത്, ഞാൻ അനുഭവിച്ചു. അതുകൊണ്ടാണല്ലേ വിവരക്കേടൊക്കെ പറഞ്ഞ് എനിക്ക് എതിരെ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് സ്ട്രോങ് സംസാരം സംസാരിച്ചപ്പോ നിങ്ങൾ വെറുപ്പിക്കുന്ന വല്ല സംസാരങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 സ്വായം കൂടി അധികം കൊടുത്താളി എന്ന് പറഞ്ഞപ്പോ തങ്ങളെ സഹനം ഞാൻ നന്നായി മനസ്സിലാക്കിയെടുത്തു. അതെന്റെ മനസ്സിൽ വല്ലാതെ ആഴത്തിൽ ഇറങ്ങിപ്പോയി നബിയെ. അതുകൊണ്ടാണ് ഞാൻ തങ്ങളടുത്തേക്ക് വന്നത് എന്ന് സെയ്ദ് ബിൻ സഅന റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രതികരണം എത്ര ചൂടായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാലും ആ രൂപത്തിലുള്ള ഒരു പ്രതികരണത്തിന്റെ ശൈലിയാണ് നമ്മളെ വീട്ടിലും നമ്മളെ കുടുംബത്തിലും നമ്മൾ ആരിലും നമ്മൾ പകർത്തി കൊടുക്കേണ്ടത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.